നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ദൈവം നമ്മളെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളാരും രോഗിയായിരിക്കുന്നത് കാണാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മൾ തകരുന്നത് കാണാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ സങ്കടം കണ്ടിട്ട് സന്തോഷിക്കുന്ന ഒരു സാഡിസ്റ്റ് അല്ല, ഒരു സൈക്കോയല്ല ദൈവം. നമ്മുടെ ജീവിതത്തിലെ നന്മയും നമ്മുടെ ജീവിതത്തിലെ സന്തോഷവും തൻ്റെ മക്കളുടെ അനുഗ്രഹവും കാണുവാൻ ആഗ്രഹിക്കുന്ന നല്ല പിതാവാണ് സ്വർഗത്തിലെ ദൈവം. ആമേൻ. ഇത് പലർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ്. പല സന്ദർഭങ്ങളിലും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദൈവം എനിക്ക് അങ്ങനെ അത് തന്ന് ദൈവം എന്നെ ഒരു അടി അടിച്ചു, ദൈവം എന്നെ അങ്ങ് തകർത്തു. ഞാനത് കേൾക്കുമ്പം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, അവർക്ക് പിതാവായ ദൈവത്തെക്കുറിച്ചുള്ള, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള ആഴമേറിയ ബോധ്യം ഇല്ലാത്തത് കൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. ഈ ഒരു ചിന്തയെ, ഈ ഒരു പറച്ചിലിനെ പിശാച് മറുഭാഗത്ത് നന്നായിട്ട് അങ്ങ് മുതലാക്കുകയും ചെയ്യുന്നു. Welcome to Pastor Tinu George Spiritual Talk Podcast video. ഇത് നിങ്ങൾ വിശ്വസിക്കണം. ബൈബിൾ നിങ്ങൾക്ക് തരുന്ന ഒരു ഉറപ്പുണ്ട്. നിങ്ങൾക്കധികം ഭാരമായുള്ളതിനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക, ഞാൻ അതിനെ തീർത്തു തരാം. ആമേൻ. ഹല്ലേലൂയ. യിരെമ്യാ പ്രവചനം 32:27, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ആമേൻ. ഇത് വിശ്വസിക്കണം. നമ്മുടെ പിതാക്കൾ, ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? അതോടൊന്നിച്ച് തന്നെ വചനം പറയുന്നു, മർക്കോസ് 9:23, വിശ്വസിക്കുന്നവന് സകലവും കഴിയും. അതെ, വിശ്വസിക്കുന്നവന് സകലവും കഴിയും. വിശ്വസിക്കുന്നവന് സകലവും, ദൈവത്തിന് സകലവും കഴിയും, വിശ്വസിക്കുന്നവന് സകലവും കഴിയും. തീർച്ചയായിട്ടും. സ്പിരിച്വൽ ടോക്ക് വിത്ത് പാസ്റ്റർ ടിനു ജോർജ്. Spiritual Talk with Pastor Tinu George. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിപ്രധാനമാകുന്നൊരു കാര്യം ചർച്ച ചെയ്യുവാൻ പോകുന്നു. ചർച്ചയല്ല, ഇത് അന്യോന്യം ഞങ്ങൾ കാര്യങ്ങൾ പറയുകയാണ്, ഒരാശയവിനിമയമാണ്. പാസ്റ്റർ ടിനു ജോർജ് അവറുകളോട് ചേർന്ന് ഈ പോഡ്കാസ്റ്റിൽ എനിക്കും ഭാഗമാകുവാൻ ലഭ്യമായ പദവി, അത് ഞാൻ തീർച്ചയായിട്ടും ഒരു അത്ഭുതമായിട്ട് സ്വീകരിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് രോഗശാന്തിയെക്കുറിച്ചാണ്. ബൈബിൾ സൗഖ്യത്തിൻ്റെ പുസ്തകമാകുന്നു. പഴയ നിയമം മുതൽ തന്നെ നമുക്ക് സൗഖ്യങ്ങളുടെ ചരിത്രം കാണുവാൻ കഴിയുന്നു. സൗഖ്യങ്ങളുടെ കാലഘട്ടമുണ്ട്. ചില ശുശ്രൂഷകന്മാരുടെ കാലഘട്ടത്തിൽ സൗഖ്യങ്ങളുടെ ഒരു വലിയ പരമ്പര തന്നെ ഉണ്ടായി. അതിലൊന്നാമത്തെ ഒരു സീസണാണ്, ഒരു കാലഘട്ടമാണ് മോശയുടെ കാലഘട്ടം. മോശയുടെ കാലഘട്ടത്തിൽ രോഗസൗഖ്യം ജനം അനുഭവിക്കുകയുണ്ടായി, അവർ സ്വീകരിക്കുകയുണ്ടായി. അതിനുശേഷമായിട്ട് നമുക്ക് ഏലിയാവിൻ്റെ കാലഘട്ടത്തിലും അതേപോലെ തന്നെ രോഗസൗഖ്യങ്ങൾ കാണുവാൻ കഴിയുന്നു. തുടർന്ന് ഏലിശയുടെ സീസൺ, അതും ഒരു പ്രധാനപ്പെട്ട സീസണാണ്. ആ സീസണിൽ നമുക്ക് ധാരാളം രോഗസൗഖ്യങ്ങൾ സംഭവിക്കുന്നത്, ഏലിശയുടെ ശുശ്രൂഷയിൽ സംഭവിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. മരിച്ചവർ വരെ ഉയർത്തെഴുന്നേൽക്കുന്നു. ഏലിയാവിൻ്റെ ശുശ്രൂഷയിലും ഏലിശയുടെ ശുശ്രൂഷയിലും മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു. ആ സമയങ്ങളിൽ വിശേഷിച്ചും വൈദ്യശാസ്ത്ര രംഗമൊന്നും സജീവമല്ലല്ലോ, ഹോസ്പിറ്റൽസ് ഒന്നുമില്ല. അതിനാൽ സൂപ്പർ നാച്ചുറലായിട്ടുള്ള സൗഖ്യം, പ്രകൃതിയാതീത സൗഖ്യമെന്ന് പറയുന്നത് വളരെ ജനത്തിന് ആവശ്യമുള്ളതായിരുന്നു. മാത്രവുമല്ല, കർത്താവ് അവിടുത്തെ ശുശ്രൂഷ ആരംഭിച്ച സന്ദർഭത്തിൽ പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ ആ സമയവും രോഗസൗഖ്യങ്ങളുടെ നീണ്ട സംഭവങ്ങൾ, നീണ്ട അനുഭവങ്ങൾ നമുക്ക് സുവിശേഷങ്ങളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ആ ചരിത്രമെല്ലാം എഴുതിയാൽ പുസ്തകങ്ങൾ നിറയത്തില്ലെന്നാണ് യോഹന്നാൻ പറയുന്നത്. അതേപോലെ ജനം സൗഖ്യം യേശുക്രിസ്തുവിലൂടെ സ്വീകരിക്കുകയുണ്ടായി. യേശുക്രിസ്തുവിൻ്റെ ആ കാലഘട്ടത്തിന് ശേഷമായിട്ട് അപ്പോസ്തോലന്മാരിലൂടെ രോഗസൗഖ്യങ്ങൾ നടന്നു. പത്രോസിൻ്റെ നിഴൽ തട്ടി രോഗികൾ സൗഖ്യമായില്ലേ? പൗലോസിൻ്റെ ഉറുമാല് കൊണ്ട് രോഗികൾ സൗഖ്യമായി. അപ്പോസ്തോലന്മാരുടെ ശുശ്രൂഷയിൽ രോഗസൗഖ്യങ്ങൾ ധാരാളമായി സംഭവിച്ചു. അതിനുശേഷം നമുക്ക് സഭാ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു, രോഗസൗഖ്യം എന്ന് പറയുന്നത് ആത്മിക ശുശ്രൂഷയുടെ ഭാഗമാകുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതൊരു ഗിഫ്റ്റാണ്, ഹോളി സ്പിരിറ്റിൽ നിന്നുള്ളൊരു ഗിഫ്റ്റാണ്. 1 കൊരിന്ത്യർ 12-ാമത്തെ അധ്യായം അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങളിൽ 9 കൃപാവരങ്ങളെക്കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. അതിലൊരു വളരെ പ്രധാനപ്പെട്ട കൃപാദാനമാകുന്നു, ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആകുന്നു ഹീലിംഗ് എന്ന് പറയുന്നത്, രോഗസൗഖ്യം എന്ന് പറയുന്നത്.
ഈ കാലഘട്ടത്തിലും കർത്താവ് ദൈവദാസന്മാരെ, അഭിഷക്തന്മാരെ രോഗസൗഖ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി, രോഗശാന്തി ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. വചനം പറയുന്നത് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. വളരെ വ്യക്തമാകുന്നുവല്ലോ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും രോഗികളെ സൗഖ്യമാക്കുവാനുള്ള അധികാരം കർത്താവ് കൊടുത്തിരിക്കുകയാണ്. അതുമാത്രമല്ല, ദൈവിക ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരും ഈ ഒരു മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടവരാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. എനിക്ക് പാസ്റ്റർ ടിനു ജോർജ് അവറുകളെ വളരെ വർഷങ്ങൾക്ക് മുന്നമേ തന്നെ കണ്ടുമുട്ടുവാനുള്ള അവസരം ലഭിച്ചു. അതിനുശേഷം കർത്താവിൻ്റെ ദാസനോടുകൂടെ ഒരുമിച്ച് ശുശ്രൂഷയിൽ ഭാഗമാകുവാൻ അവസരങ്ങൾ ലഭിച്ച എല്ലാ സന്ദർഭങ്ങളിലും ഞാൻ ശ്രദ്ധിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, അഭിഷക്തനിലൂടെ രോഗികൾ സൗഖ്യമാകുന്നു. യേശുവാണത് ചെയ്യുന്നത്. യേശു ഒരു ഉപകരണത്തെ ഉപയോഗിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ തന്നെ പറയുന്നുണ്ട്, ചില വാദ്യോപകരണങ്ങൾ, ഒരു ഫ്ലൂട്ട് എടുക്കുകയാണെങ്കിൽ ആ ഫ്ലൂട്ടിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ആരെങ്കിലും ഊതിയെങ്കിൽ മാത്രമേ ആ ഫ്ലൂട്ടിൽ നിന്ന് ശബ്ദം നമുക്ക് ശ്രുതിമധുരമായി ലഭിക്കുകയുള്ളൂ. എന്നതുപോലെ തന്നെ യേശു ഒരു വ്യക്തിയെ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഈ അത്ഭുതങ്ങളെല്ലാം സംഭവിക്കുകയുള്ളൂ, രോഗികൾ സൗഖ്യമാകുകയുള്ളൂ. അതിനുവേണ്ടി ഈ തലമുറയിൽ തിരഞ്ഞെടുത്ത ഒരു അഭിഷക്തനാകുന്നു, ദൈവം തിരഞ്ഞെടുത്ത ഒരു അഭിഷക്തനാകുന്നു പാസ്റ്റർ ടിനു ജോർജ് അവറുകൾ. പാസ്റ്റർ ടിനു ജോർജ് അവറുകളുടെ ശുശ്രൂഷയിൽ ധാരാളം രോഗികൾ സൗഖ്യമാകുന്നത് എൻ്റെ കണ്ണുകൊണ്ട് തന്നെ എനിക്ക് കാണുവാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ചില വർഷങ്ങൾക്ക് മുന്നമേ പാസ്റ്റർ ടിനു ജോർജ് അവറുകൾ അരുണാചൽ പ്രദേശിൽ കടന്നു വരികയുണ്ടായി. അരുണാചൽ പ്രദേശിൻ്റെ ആരംഭം തന്നെ, ഈ ഉണർവുകളുടെ, സഭാ ഉണർവുകളുടെ ആരംഭം തന്നെ രോഗസൗഖ്യങ്ങളുടെ ഒരു പ്രവാഹമായിരുന്നു. അന്ധരുടെ കണ്ണുകൾ തുറക്കുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേറ്റു, അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ അരുണാചൽ പ്രദേശിൽ സംഭവിച്ചിട്ടുണ്ട്. അവിടെ നടന്ന ഒരു ക്രൂസൈഡിൽ ശുശ്രൂഷിക്കുവാൻ വേണ്ടി പാസ്റ്റർ ടിനു ജോർജ് അവറുകൾ കടന്നു വന്ന സന്ദർഭത്തിൽ ആ സമയത്തും ആ രോഗസൗഖ്യം പ്രവഹിക്കുകയായിരുന്നു. ഒന്നാമത്തെ ശുശ്രൂഷയിൽ തന്നെ, ആദ്യത്തെ സെഷനിൽ ശുശ്രൂഷിക്കുവാൻ വേണ്ടി കർത്താവിൻ്റെ ദാസൻ വേദിയിൽ കടന്നു വന്നപ്പോൾ ഞാൻ ഓർക്കുന്നു, മുൻപിലൊരു പെൺകുട്ടി തളർന്നിരിപ്പുണ്ടായിരുന്നു. അവൾക്ക് നടക്കാൻ കഴിയില്ലായിരുന്നു. പെട്ടെന്ന് ശുശ്രൂഷ ആരംഭിച്ച സമയത്ത് തന്നെ കർത്താവിൻ്റെ ദാസൻ അത് ശ്രദ്ധിച്ചിട്ട് അവളിലേക്ക് വിരൽ ചൂണ്ടി, യേശു നിന്നെ ഇപ്പോൾ സ്പർശിക്കുവാൻ പോകുകയാണ്, നീ എഴുന്നേറ്റ് നടക്കുക. ആ വാക്കുകൾ പറഞ്ഞപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞു. ഞാനതിന് ദൃക്സാക്ഷിയാണ്. അവൾ കരം നിലത്ത് കുത്തി എഴുന്നേൽക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അടുത്ത് ഇരിക്കുന്നവർ സഹായിക്കുവാൻ വേണ്ടി തുടങ്ങുകയാണ്. പെട്ടെന്ന് പാസ്റ്റർ പറഞ്ഞു, ആരും സഹായിക്കരുത്, ആരും തുടരരുത്, അവളുടെ മേൽ ദൈവശക്തി വരികയാണ്, അവൾ തനിയെ എഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. ആ നിമിഷത്തിൽ തന്നെ ആ പെൺപൈതൽ തനിയെ എഴുന്നേറ്റ് ആ സദസ്സിലൂടെ നടക്കുന്നതിന് ഞാൻ ദൃക്സാക്ഷിയാണ്. അത് തുടങ്ങി പ്രവഹിക്കുകയായിരുന്നു. രോഗസൗഖ്യങ്ങൾ ആ ശുശ്രൂഷയിൽ പ്രവഹിക്കുകയായിരുന്നു. ആ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞൊരു പാസ്റ്റർ അങ്ങ് പോയി. പിറ്റേ ദിവസം തിങ്കളാഴ്ച ഞാൻ ഇറ്റാനഗറിൽ ഒരാവശ്യം ഉണ്ടായിരുന്നു, എനിക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ പോയപ്പോൾ ഒരു വീട്ടിൽ ഞാൻ ചെന്നു. ഒരു അരുണാചൽ പ്രദേശിലെ വീടുകൾ എന്ന് പറഞ്ഞാൽ മുളവീടുകളാണ്. ആ മുളവീട്ടിൽ ഞാൻ ചെന്നു. ആ മുളവീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു അമ്മച്ചി എന്നോട് പറഞ്ഞു, ഞാൻ അവിടെ വന്നു, ക്രൂസൈഡിൽ ഞാൻ വന്നിരുന്നു. ആ വീട്ടിൽ എനിക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ക്രൂസൈഡിൽ ഞാൻ വന്നിരുന്നു. എൻ്റെ മോനെ അറിയാമോ, ഞാൻ ഈ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് എനിക്ക് വാ തുറക്കാൻ വയ്യാതെ വീട്ടിലിരിക്കുകയായിരുന്നു. ഒന്നും വാ തുറന്ന് പറയാൻ കഴിയത്തില്ല, വാ അടഞ്ഞു പോയി. ഇവിടെ എന്തോ സംഭവിച്ച് വാ അടഞ്ഞു പോയി. വാ തുറക്കാൻ വയ്യാതെ ഞാൻ ഇരിക്കുകയായിരുന്നു. എൻ്റെ മക്കൾ എന്നെ ഇവിടെ നിന്ന് ആ ക്രൂസൈഡിൽ കൊണ്ടുവന്നു. അവിടെ ആ ശുശ്രൂഷയിൽ പങ്കെടുത്തപ്പോൾ യേശു എന്നെ തൊട്ടു, എൻ്റെ വാ തുറന്നു, എൻ്റെ ശബ്ദം സ്ഫുടമായി, എനിക്ക് സംസാരിക്കുവാൻ കഴിയുന്ന നിലയിൽ യേശു എന്നെ അത്ഭുതകരമായി സൗഖ്യമാക്കി. ഞാൻ ആ മുളവീട്ടിലിരുന്ന് ആ അനുഭവസാക്ഷ്യം കേട്ട് കഴിഞ്ഞപ്പോൾ ഈ അമ്മ അവിടെ വന്ന് സൗഖ്യമായത് ആരും അറിഞ്ഞിട്ടില്ല, എനിക്കറിയത്തില്ലായിരുന്നു. ഈ അമ്മ ആ മീറ്റിങ്ങിന് വന്നു എന്നതുപോലും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ബോധ്യം നൽകി, നോക്ക്, ഈ അമ്മ സൗഖ്യമായതുപോലെ നൂറുകണക്കിന് ആളുകൾ ഈ മീറ്റിങ്ങിൽ സൗഖ്യമായി. അവരാരും സാക്ഷ്യം പറഞ്ഞേയില്ല, പറയേണ്ട കാര്യവുമില്ല. അവരാ സൗഖ്യം കർത്താവിൽ നിന്ന് സ്വീകരിച്ച് കർത്താവിന് സകല മഹത്വവും അർപ്പിച്ചു. അതിനുവേണ്ടി ഒരു ഉപകരണമായിട്ട് പാസ്റ്റർ ടിനു ജോർജ് അവറുകളെ ഉപയോഗിക്കുന്നതിന് ഞാൻ ദൃക്സാക്ഷിയാണ്. അവിടെ മാത്രമല്ല, വിവിധ സ്ഥലങ്ങളിലെ കർത്താവ് ഈ അഭിഷക്തനെ ഉപയോഗിക്കുന്നത് എനിക്ക് നേരിട്ട് കാണുവാനുള്ള അവസരം ലഭിച്ചു. അതിനാൽ ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു, ഈ എപ്പിസോഡ് നിങ്ങളുടെ
ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിന് കാരണമായി തീരും. ശാരീരികമാകുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ സന്ദേശം സ്വീകരിക്കുവാൻ വേണ്ടി നിങ്ങൾ തയ്യാറാകുക, മറ്റുള്ളവരെ കൂടി അറിയിക്കുക. അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുകയാണ്. ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ പോകുകയാണ്. പാസ്റ്റർ, ഈ ആത്മീക സത്യം ഇന്ന് കൂടുതൽ ഗൗരവത്തോടുകൂടെ ജനത്തിൻ്റെ അരികിൽ എത്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ യേശുവിൻ്റെ സമയത്ത്, ഏലിയാവിൻ്റെ സമയത്ത്, മോശയുടെ സമയത്ത്, അപ്പോസ്തലന്മാരുടെ സമയത്ത് വൈദ്യശാസ്ത്ര രംഗം ഇത്രയും സജീവമല്ല. ഇന്ന് ഹോസ്പിറ്റലുകളെ കൊണ്ട് നമ്മുടെ രാജ്യം നിറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പട്ടണങ്ങൾ ഹോസ്പിറ്റലുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വൈദ്യശാസ്ത്ര രംഗത്തുണ്ടായിരിക്കുന്ന കണ്ടുപിടുത്തങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശദീകരണങ്ങൾക്ക് അപ്പുറമാണ്. എന്നാൽ ഇത്രയെല്ലാം ആധുനിക സംവിധാനങ്ങൾ ഉണ്ടായിട്ടും രോഗികളുടെ എണ്ണത്തിന് യാതൊരു കുറവുമില്ല. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ കാലഘട്ടത്തിൽ രോഗശാന്തി ശുശ്രൂഷയ്ക്ക് എത്ര ഗൗരവമുണ്ടായിരുന്നോ അതേപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ അതിലധികമായിട്ട് ഈ കാലഘട്ടത്തിൽ ദൈവിക രോഗശാന്തി ശുശ്രൂഷയ്ക്ക് പ്രാധാന്യമുണ്ട്. പാസ്റ്റർ, ആ കാര്യങ്ങൾ ഒന്ന് വിശദീകരിക്കുമോ? പാസ്റ്റർ, ഒരിക്കൽ കൂടെ കർത്താവിനെല്ലാം മഹത്വം അർപ്പിക്കുന്നു. ഹീലിംഗ് ഈസ് എ ലീഗൽ റൈറ്റ് ഫോർ ഓൾ ദ ബിലീവേഴ്സ്. എല്ലാ വിശ്വാസികളുടെയും ദൈവികമായ ഒരവകാശമാണ് ദൈവിക രോഗശാന്തി എന്ന് പറയുന്നത്. അത് ദൈവത്തിൻ്റെ പ്രൊവിഷനാണ്, അത് ദൈവത്തിൻ്റെ കരുണയാണ്. ഒരിക്കൽ മോശ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, നിൻ്റെ നാമം എന്താണ് നിൻ്റെ പേര്? ഫറവോൻ്റെ അടുക്കൽ ഞാൻ ചെല്ലുമ്പോൾ, മിസ്രൈമ്യരുടെ അടുക്കലേക്ക് ഞാൻ പോകുമ്പോൾ, എന്നെ ആരാണ് അവിടേക്ക് നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചതെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പേര് പറയണം? അവിടെ ദൈവം മോശയോട് പറയുന്നുണ്ട്, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന്. പല സന്ദർഭങ്ങളിലും ദൈവം താൻ ആര് എന്ന്, താൻ എന്ത് എന്ന് വ്യക്തമായ നിലകളിൽ വെളിപ്പെടുത്താതെ തൻ്റെ പ്രവൃത്തികളിലൂടെ താൻ ആര് എന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഒരിക്കൽ ഇതേ മോശയോടും ഇതേ ഇസ്രായേൽ ജനത്തോടും ദൈവം പറഞ്ഞു താൻ ആരാണ് എന്ന്. നമ്മുടെ സ്വന്തം കൈ ഇങ്ങനെ നെഞ്ചിലോട്ട് വെച്ചിട്ട് ഞാനിതാണ്, എൻ്റെ പേരിതാണ് എന്ന് പറയുന്നത് പോലെ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമുക്കൊരു ഉറപ്പ് വേണം. ദൈവം സൗഖ്യം നൽകുന്ന ദൈവമാണ്. ദൈവം അത്ഭുതത്തിൻ്റെ ദൈവമാണ്. വിശുദ്ധ ബൈബിളിനകത്ത് ദൈവിക സൗഖ്യത്തെക്കുറിച്ചുള്ള അനേക വാഗ്ദത്തങ്ങളാണ് സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ലോർഡ് ഓഫ് പ്രോമിസസ്. ദൈവവചനത്തിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ, ദൈവിക വാഗ്ദത്തത്തിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ, ദൈവികമായ രോഗശാന്തിയെ, സൗഖ്യത്തെ നമുക്ക് വിശ്വാസത്താൽ സ്വായത്തമാക്കാൻ കഴിയും. 103 സങ്കീർത്തനം 3 വാക്യം പറയുന്നു, അവൻ നിന്റെ സകല അകൃത്യങ്ങളും മോചിക്കുന്നു, അവൻ നിന്റെ സകല രോഗത്തെയും സൗഖ്യമാക്കുന്നു. 107 സങ്കീർത്തനം 20 വചനത്തിൽ എഴുതിയിട്ടുണ്ട്, അവൻ തൻ്റെ വചനത്തെ അയച്ച് അവരുടെ രോഗികളെ സൗഖ്യം ആക്കി. യിരെമ്യാവിൻ്റെ പ്രവചന പുസ്തകം 33 അധ്യായം 6 വാക്യം, ഞാൻ നിങ്ങൾക്ക് സാക്ഷാൽ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി തരുന്നു. ഈ ഹീലിംഗ് എന്ന് പറയുന്നത് പാസ്റ്ററെ, രോഗശാന്തി അല്ലെങ്കിൽ ദൈവീക സൗഖ്യങ്ങൾ തുടങ്ങിയത് യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ മാത്രമല്ല. പാസ്റ്റർ ഇന്നത്തെ ഈ ഒരു സ്പിരിച്വൽ ടോക്കിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ഉൽപ്പത്തി പുസ്തകം മുതൽ ഇതാരംഭിച്ചതാണ്. വേദപുസ്തകത്തിനകത്ത് ആദ്യമായി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആളാരെന്നറിയാം? ആദ്യമായി ഹീലിങ്ങിന് വേണ്ടി പ്രാർത്ഥിച്ച വ്യക്തി അബ്രഹാമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 20 അധ്യായം 17-18 വാക്യങ്ങളിൽ ആ ഇൻസിഡൻസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഉൽപ്പത്തി 20:17-18. അബ്രഹാം ദൈവത്തോട് അപേക്ഷിച്ചു. അപ്പോൾ ദൈവം അബീമേലെക്കിനെയും അവൻ്റെ ഭാര്യയെയും അവൻ്റെ ദാസിമാരെയും സൗഖ്യമാക്കി. അവർ പ്രസവിച്ചു. പ്രൈസ് ഗോഡ്. ദൈവം അബ്രഹാമിൻ്റെ പ്രാർത്ഥനയുടെ മറുപടിയായി, ദൈവത്തോടുള്ള അപേക്ഷയുടെ മറുപടിയായി അബീമേലെക്കിനെയും അവൻ്റെ ഭാര്യയെയും അവൻ്റെ ദാസിമാരെയും സൗഖ്യമാക്കി. ഒരു കൂട്ടമായ സൗഖ്യം അബ്രഹാമിൻ്റെ പ്രാർത്ഥനയിലൂടെ അവിടെ സംഭവിക്കുകയാണ്.
ഗലാത്യർക്കെഴുതിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നത്, വിശ്വാസികൾ അത്രേ അബ്രഹാമിൻ്റെ മക്കൾ എന്നറിവീൻ. വി ആർ ദ സീഡ് ഓഫ് ഏബ്രഹാം. നമ്മൾ അബ്രഹാമിൻ്റെ സന്തതികളാണ്. ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ അബ്രഹാമ്യ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ ദൈവം തന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് 100% നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയണം, രോഗശാന്തി, ദൈവിക സൗഖ്യം എന്ന് പറയുന്നത് വിശ്വസിക്കുന്നവൻ്റെ അവകാശമാണ്. അവനിൽ ദൈവത്തിൻ്റെ പ്രൊവിഷനാണ്. അത് ദൈവം തരാൻ വിശ്വസ്തനാണ് പാസ്റ്ററെ. ആമേൻ. ബൈബിളിനകത്ത് ഉടനീളം ഹീലിങ്സിനെ കുറിച്ചാണ് പാസ്റ്റർ പറഞ്ഞതുപോലെ. സൗഖ്യത്തിൻ്റെ പുസ്തകമാണ്. സൗഖ്യം ഒരു ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ ബൈബിൾ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ആണ്, പൂർണ്ണമാണ്, അല്ലേ? സകലതും നമുക്ക് വേണ്ടതെല്ലാം അതിനകത്തുണ്ട്. എന്നാൽ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് ദൈവികമായ സൗഖ്യങ്ങൾ എന്ന് പറയുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ 23-ാം അധ്യായത്തിൻ്റെ 25-26 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, നിന്റെ ദൈവമായ യഹോവയെ തന്നെ സേവിക്കുവീൻ. ഞാൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയും, അല്ലെങ്കിൽ അകറ്റിക്കളയും. ഗർഭം അലസുന്നവളും മച്ചിയും നിന്റെ ദേശത്തുണ്ടാകുകയില്ല. നിന്റെ ആയുഷ്കാലം നീ പൂർത്തീകരിക്കും. ഈ വാഗ്ദത്തത്തിന് മാറ്റമുണ്ടോ? ഇല്ല, ഒരു മാറ്റമില്ല. പക്ഷെ പലപ്പോഴും നമ്മളിത് വിശ്വസിക്കാത്ത കാരണം കൊണ്ട്, നമ്മൾ ആ ഫെയ്ത്ത് വർക്ക് ചെയ്യാത്ത കാരണം കൊണ്ട് ഹീലിങ്സ് പലപ്പോഴും നമ്മളിൽ ആക്ടിവേറ്റഡ് ആകുന്നില്ല. സൗഖ്യങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നില്ല. എന്നാൽ ഈ വാഗ്ദത്തങ്ങളെല്ലാം സ്റ്റിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നതാണ്, ഇപ്പോഴും വർക്ക് ചെയ്യുന്നതാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട്. 105-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 37-ാം വാക്യം, അവൻ അവരെ വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടുവിച്ചു. അവരുടെ ഗോത്രത്തിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല. ആമേൻ. ഇസ്രായേൽ ജനത്തെക്കുറിച്ചാണ് പാസ്റ്റർ പറയുന്നത്. ചെറിയ കൂട്ടം വല്ലതും ആണോ? 3 മില്യൺ ആളുകൾ, 3 മില്യൺ പീപ്പിൾ, 40 years. മരുഭൂമിയിൽ ആശുപത്രിയില്ല. അതെ, 3 മില്യൺ ആളുകളെ 40 വർഷത്തോളം, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മൂക്കിപ്പനി പോലും വരാതെ, ഒരു ജലദോഷം പോലും വരാതെ അവരെ സൗഖ്യത്തോടെ ദൈവം നടത്തിയെന്ന് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവരുടെ കാലിലെ ചെരുപ്പ് തേഞ്ഞില്ല, അവരുടെ വസ്ത്രം ജീർണിച്ചില്ല. പകൽ മേഘസ്തംഭവും രാത്രിയിൽ അഗ്നി തൂണുമായി ദൈവം അവരോട് കൂടെയിരുന്നു. എത്ര അത്ഭുതകരമായി തൻ്റെ മക്കളെ സൗഖ്യത്തോടെ പരിപാലിക്കുന്ന, നടത്തുന്നൊരു ദൈവമാണ് നമുക്കുള്ളത്. ആമേൻ. 100% ഞാൻ ഒരിക്കലും വൈദ്യശാസ്ത്രത്തിനെതിരല്ല, ഒരിക്കലും മെഡിക്കൽ സയൻസിന് ഞാൻ എതിര് പറയുന്ന മനുഷ്യനല്ല. ഓരോരുത്തരുടെ ഫെയ്ത്താണ്, വിശ്വാസമാണത്. രോഗം ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പാസ്റ്ററിൻ്റെ ഇടയ്ക്ക് പാസ്റ്റർ അനുഭവങ്ങളും പങ്കുവയ്ക്കാൻ കേട്ടോ. ഈ പല കാരണങ്ങൾ കൊണ്ട് രോഗങ്ങളുണ്ടാകാം. ഈ സാധാരണ നിലയിൽ വിശ്വാസികൾ എന്തെങ്കിലും ഒരു രോഗമോ ഒരു പ്രശ്നമോ വന്നാൽ ഒരു വിഭാഗം ആളുകൾ അത് മുഴുവൻ പിശാചിൻ്റെ തലയ്ക്ക് കൊണ്ട് വെക്കും. മറ്റൊരു വിഭാഗം ആളുകൾ ദൈവം എനിക്ക് തന്നൊരു സമ്മാനമാണിത്, ദൈവം എനിക്ക് തന്നൊരു ശിക്ഷയാണിതെന്ന് പറയും. ഇത് രണ്ടുമാണ് കൂടുതലും സംസാരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. 3 തരത്തിൽ അല്ലെങ്കിൽ 3 നിലകളിൽ രോഗങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ പല നിലകളിലുണ്ടാകാം. ഒന്ന്, കാലാവസ്ഥയുടെ വ്യതിയാനങ്ങൾ നിമിത്തം, ക്ലൈമറ്റുകൾ ചേഞ്ച് ആകുമ്പോൾ, വെതർ ചേഞ്ച് ആകുമ്പോൾ. ഉള്ളവരത്തിലെ ഇപ്പം പനിയുടെ സമയമാണ്, മഴക്കാലമാണ്. അപ്പം ആ ഒരു ടൈമിൽ കാലാവസ്ഥ വ്യതിയാനം മൂലം മനുഷ്യർക്ക് പനിയോ രോഗമോ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാകാം. വെതർ ചേഞ്ച് ആകുമ്പോൾ, ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് മൂവ് ആകുമ്പോൾ നമ്മുടെ സ്കിന്നിനകത്തൊക്കെ എന്താ പറയുന്നത്, പ്രഷർ വേരിയേഷൻസ് ഉണ്ടാകാം. സ്കിന്നിൻ്റെ ടോൺസിന് ചേഞ്ച് ഉണ്ടാകാം, എൻ്റെ ചൂട് വർദ്ധിക്കാം, ഹ്യൂമിഡിറ്റി വർദ്ധിക്കും. ഇങ്ങനെ ഇതൊന്നും പിശാചോ ദൈവമോ ഉണ്ടാക്കിയതല്ല. അങ്ങനെ വരാൻ പാടില്ല, അങ്ങനെ സംഭവിക്കരുത്. ഞാനതിലേക്ക് വരുന്നുണ്ട്. പക്ഷേ അതൊക്കെ നാച്ചുറൽ കാര്യമാണ്. ഇപ്പോൾ കോവിഡിൻ്റെ കാലത്ത് കോവിഡ് രോഗിയുമായിട്ട് സമ്പർക്കം പുലർത്തുന്ന ഒരാളിലേക്ക് അതിൻ്റെ വൈറസ് ട്രാൻസ്ഫോം ആകുന്ന കോവിഡ് ഉണ്ടാകുന്നത് ഒരു സാധാരണ കാര്യമാണ്. അപ്പം ഒരു പകർച്ചവ്യാധി നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പനി വരുന്നത് നാച്ചുറലായ ഒരു കാര്യമാണ്. രണ്ടാമത്തെ വേറൊരു മേഖലയുണ്ട് പാസ്റ്ററെ, ട്രഡീഷൻ, പാരമ്പര്യമായ രോഗങ്ങൾ, ജനറ്റിക് റീസൺസ് കൊണ്ടുവരുന്ന ജനറ്റിക് റീസൺസ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഒരു ഡോക്ടറെ, ഇപ്പം എല്ലാവരും കൂടുതലായിട്ട് ഹെൽത്തിനെയൊക്കെ ഒത്തിരി ശ്രദ്ധിക്കുന്നവരാണ്. ഡയറ്റ് എടുക്കുന്നവരും കൃത്യമായിട്ട് ചെക്കപ്പിന് പോകുന്നവരൊക്കെയാണ്. ഒരു ഡോക്ടറെ കാണാൻ പോകുന്ന സമയത്ത്
ഒരു കാർഡിയോളജിസ്റ്റിനെ പോയി കാണുമ്പോൾ പുള്ളി ഒരു ECG ഒക്കെ എടുത്ത് എല്ലാം നോക്കി, എല്ലാം നോർമലാ, അല്ലെങ്കിൽ 1-2 ടെസ്റ്റുകളൊക്കെ നടത്തി, എല്ലാം നോർമലാ. പക്ഷേ നല്ലൊരു കാർഡിയോളജിസ്റ്റ് ഡോക്ടറാണെങ്കിൽ, അല്ലെങ്കിൽ ഡയബറ്റീസിൻ്റെ ഒരു ഡോക്ടറിൻ്റെ അടുക്കൽ പോയി പുള്ളിയെ കാണുമ്പോൾ പുള്ളി ചോദിക്കും, കാർഡിയോളജിസ്റ്റ് ആണെങ്കിൽ ചോദിക്കും, നിങ്ങളുടെ വീട്ടിൽ മറ്റാർക്കെങ്കിലും ഹൃദയ സംബന്ധമായ രോഗങ്ങളുണ്ടോ? അപ്പനോ അമ്മയ്ക്കോ വീട്ടിൽ ആർക്കെങ്കിലും ഹാർട്ട് അറ്റാക്ക് വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ടോ? അപ്പോൾ ആ വന്നിരിക്കുന്ന ആൾ പറയുകയാണ്, ഇല്ല, അപ്പനോ അമ്മയ്ക്കോ വീട്ടിൽ ആർക്കോ അങ്ങനെ ഒരു ഫാമിലി ഹിസ്റ്ററി ഇല്ല എന്ന് പറഞ്ഞാൽ ഈ ഡോക്ടർ വളരെ സിമ്പിളായിട്ട് പറയും, ഇതിനകത്ത് ഇപ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ഭക്ഷണമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, മറ്റു കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് പോകാമെന്ന് പറയും. എന്നാൽ എൻ്റെ അപ്പനും അമ്മയ്ക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നു, എൻ്റെ മാവിക്ക് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങേർക്ക് ഈ ടെസ്റ്റിൽ ഇപ്പോൾ നോർമൽ ആണെങ്കിൽ പോലും ഡോക്ടർ പറയും, ശ്രദ്ധിക്കണം, എല്ലാ 6 മാസം കൂടി ഇരിക്കുമ്പോഴും വന്നൊന്ന് ചെക്കപ്പ് ചെയ്യണം, ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഈ ECG എക്കോയൊക്കെ ഒന്ന് എടുത്തു നോക്കണം എന്ന് പറയുന്നതിൻ്റെ റീസൺ, വൈദ്യശാസ്ത്രം ഒരു കാര്യം അടിവരയിട്ട് പറയുന്നു, ഈ പാരമ്പര്യമായ രോഗം അപ്പനോ അമ്മയ്ക്കോ വീട്ടിലോ മറ്റാർക്കെങ്കിലും ഈ സാധനം ഉണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇവൻ ഈ സാധനം വരും എന്ന് വൈദ്യശാസ്ത്രം അടിവരയിട്ട് വിശ്വസിക്കുന്നുണ്ട്. പറയുന്നത് അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്കപ്പ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പം നമ്മൾ അവിടെയാണ് ഒരു കാര്യം തിരിച്ചറിയുന്നത്, 3ന് സൊല്യൂഷനുണ്ട്. ഇത് 3ലേക്ക് ഞാൻ വരുന്നുണ്ട്. 3ാമത്തെ സംഗതിയാണ് സൈറ്റനിക് അറ്റാക്ക്. പൈശാചികമായി സാത്താൻ, പിശാച്, ശത്രു കൊണ്ടിടുന്ന രോഗങ്ങൾ. അത് പ്രത്യേകിച്ച് ഈ ചില ആളുകളിൽ എന്നും അസുഖം, ശരീരവേദന, കൈവേദന, നടുവേദന, എന്താ ഒരെണ്ണം കഴിയുമ്പോൾ ഒരെണ്ണം, അടുത്തത് കഴിയുമ്പോൾ അടുത്തത്, അച്ഛന് മാറുമ്പോൾ ആൻറ്റിക്ക്, ആൻറ്റിയുടെ കഴിയുമ്പോൾ പിള്ളേർക്ക്, ഇങ്ങനെ പ്രശ്നമാണ്. ഡോക്ടറെ എടുത്തുകൊണ്ട് കാണിച്ച് സ്കാൻ എടുത്ത് നോക്കുമ്പം ഒരു കുഴപ്പമില്ല. എല്ലാ ബ്ലഡ് ടെസ്റ്റും നടത്തി, ഒരു പ്രശ്നമില്ല. എല്ലാ ചെക്കപ്പും നടത്തി, എല്ലാ ഡോക്ടർമാരുടെയും ക്യാബിനുകളിൽ കയറി ഇറങ്ങി, ഒരു കുഴപ്പവും അവർക്ക് കാണാനില്ല. പക്ഷേ ഇവർക്ക് എന്നും പ്രശ്നം. ഇതൊരു ഡിമോണിക് അറ്റാക്കാണ്. പിശാച് ഒരുത്തനെ ബന്ധിച്ചാൽ അത് MRI സ്കാനിങ്ങിനകത്ത് തെളിയത്തില്ല. സാത്താൻ ഒരുത്തനെ ലോക്ക് ചെയ്താൽ അതൊരിക്കലും CT മിഷനകത്ത് കാണാൻ പറ്റത്തില്ല. അത് പ്രാർത്ഥനയിലൂടെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി ഇത് 3 ഞാനൊന്ന് ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഇപ്പോൾ പാരമ്പര്യമായ രോഗങ്ങൾ, അമ്മയ്ക്ക് ഡയബറ്റീസ് ഉണ്ടായിരുന്നു, അപ്പന് ഡയബറ്റീസ് ഉണ്ടായിരുന്നു, ഇപ്പം എനിക്കും ഒരു പേടി, എനിക്ക് ഡയബറ്റീസ് വരുമോ? ഞാൻ നിങ്ങളെ നോക്കി പറയുന്നു, നിങ്ങൾ വിശ്വസിക്കുക. എല്ലാം ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാം വിശ്വസിക്കുന്നവർക്കുള്ളതാണ്, ഏറ്റുപറയുന്നവർക്കുള്ളതാണ്, പ്രഖ്യാപിക്കുന്നവർക്കുള്ളതാണ്. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തത് പൊന്ന് വെള്ളി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിഷ്കളങ്കവും നിർദോഷവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. ഇവിടെ അതിൻ്റെ 18ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ബൈ ട്രഡീഷൻ ഫ്രം യുവർ ഫാദേഴ്സ് എന്നാണ്. ബൈ ട്രഡീഷൻ ഫ്രം യുവർ ഫാദേഴ്സ്, അപ്പന്മാരാൽ കൈമാറ്റം ചെയ്തു വരുന്ന സാധനം. അപ്പോൾ ഇത് എവിടെയാണ് തകരുന്നത്? ഇപ്പം ഞാൻ പറയാം, വല്യമ്മയ്ക്ക് ഡയബറ്റീസ് ഉണ്ടായിരുന്നു, അതിനെ ഒരു ചെയിനായിട്ട്, ഒരു റിങ്ങായിട്ട് കാണുക. അത് അമ്മയ്ക്ക് വന്നു, അമ്മ അടുത്ത റിങ്ങായിട്ട് കാണുക. അത് കഴിഞ്ഞ് അത് മകൾക്ക് വന്നു, ആ മകളെ അടുത്ത റിങ്ങായിട്ട് കാണുക. ഈ മകൾ എന്ത് ചെയ്തു? ഈ മകൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു. ഈ മകൾ യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ചു, രക്ഷിക്കപ്പെട്ടു. കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധമായ രക്തത്തിൽ വിമോചനവും വിടുതലും വിശ്വാസത്തിലുള്ള നീതീകരണവും ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച് ഞാനിപ്പോൾ ആ പഴയ പാപിയല്ല, ഞാനിപ്പോൾ കർത്താവിൻ്റെ മകളാണ്, ഞാനിപ്പോൾ കർത്താവിൻ്റെ പൈതലാണ് എന്ന് വാഗൊണ്ട് പ്രഖ്യാപിച്ച് വിശ്വസിച്ച് കഴിയുമ്പോൾ പിന്നെ ഈ പാരമ്പര്യത്തിൻ്റെ ചെയിനിനകത്ത് ഈ കണ്ണിയില്ല. ഇതിനെ ദൈവം സെപ്പറേറ്റ് ചെയ്യും. Amen. Hallelujah. ഇതിനെ ദൈവം സെപ്പറേറ്റ് ചെയ്യും എന്ന് വെച്ചാൽ അപ്പന്മാരാൽ കൈമാറ്റം ചെയ്യപ്പെടുന്ന പാരമ്പര്യ ശാപത്തിൽ നിന്ന്, പാരമ്പര്യ രോഗത്തിൽ നിന്ന് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിരിക്കുന്ന, യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചിരിക്കുന്ന, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിക്ക് മാത്രം ഒരു ഒഴിവുണ്ട്. Amen. Hallelujah. അത് വ്യക്തമായി നമ്മൾ കാണുന്നുണ്ട്. സംഹാരകൻ ഇസ്രായേൽ ജനതയെ നശിപ്പിക്കുവാൻ, അല്ലെങ്കിൽ മിസ്രൈമിലെ ഇസ്രായേലിനെ എല്ലാം ബാധിച്ചുകൊണ്ട് സംഹാരകൻ കടന്നു വരുമ്പോൾ രക്തം
മുദ്രയായിരുന്ന രക്തം കട്ടളക്കാൽമേൽ കുറുമ്പടിമേൽ പുരട്ടിയിരുന്ന എല്ലാ വീടുകളെയും സംഹാരകൻ ഒഴിഞ്ഞുപോയി എന്ന്, ആ ബാധ അവരെ ഒഴിഞ്ഞുപോയി എന്ന് കാണുന്നുണ്ട്. അപ്പം ഒരു പാരമ്പര്യ രോഗത്തിൻ്റെ ഭാഗമായി നിങ്ങൾ വലയുന്നൊരു വ്യക്തിയാണെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, വ്യക്തിപരമായി ഇത്രയും ചെറിയ ഈ 10-26 വർഷത്തോളമുള്ള ആത്മീയ ശുശ്രൂഷയിൽ ചെറിയ അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത്, യേശുവിൻ്റെ പരിശുദ്ധ രക്തം, യേശു കർത്താവിൻ്റെ വചനം, അവനുള്ള വിശ്വാസം നിങ്ങളെ അതിൽ നിന്ന് പുറത്തെടുത്തിരിക്കും. നിങ്ങൾ അതിൻ്റെ ഭാഗമല്ല, അതിൻ്റെ ഭാഗമല്ല. ഇനി രണ്ടാമത്തെ കാര്യമാണ് സേറ്റനിക് അറ്റാക്ക്. ഇപ്പം യേശു കർത്താവ് ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായം വായിക്കുമ്പോൾ ഒരു പള്ളിയിൽ ചെന്നപ്പോൾ അവിടെ ഒരു കൂനയായ സ്ത്രീയെ യേശു കണ്ടു. നാട്ടുകാർ നോക്കുമ്പോൾ അവിടെ ഡിസ്കിൻ്റെ കംപ്ലൈൻ്റ് ആണ്. എല്ലാവരും നോക്കുമ്പോൾ അവിടെ നടുവിന് എന്തോ പ്രശ്നമുണ്ട്, അവൾ കൂനിയിരിക്കുകയാണ്. എന്നാൽ യേശു എന്താണ് പറഞ്ഞത്? അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട്, അതാണ് ലൂക്കോസ് 13:11, ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട്, ദാറ്റ്സ് എ സ്പിരിറ്റ്, ഒട്ടും നിവരുവാൻ കഴിയാത്തൊരു കൂനയായ സ്ത്രീ ഉണ്ടായിരുന്നു. യേശു പറഞ്ഞു, ഇവളുടെ ഡിസ്കിൻ്റെ കംപ്ലൈൻ്റ് അല്ല, സാത്താൻ ഇവളെ ബന്ധിച്ചിരിക്കുകയാണ്. ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചുവിടണം. ഇത് പ്രാർത്ഥനയിൽ അഡ്രസ്സ് ചെയ്യേണ്ട കാര്യമാണ്. ചെവി കേൾക്കാൻ പറ്റാത്ത, സംസാരിക്കാൻ പറ്റാത്ത ഒരു ചെറുപ്പക്കാരനെയും കൊണ്ട് ഒരപ്പൻ പ്രാർത്ഥിപ്പിക്കാൻ വന്നു യേശുവിൻ്റെ അടുക്കൽ. എന്നിട്ട് കർത്താവിനോട് പറയുകയാണ്, എൻ്റെ കൊച്ചിന് ചെവിയും കേൾക്കൂല, വർത്താനവും പറയില്ല, ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ വളരെ ഇവർക്ക് മനസ്സിലാകാൻ വേണ്ടി സിമ്പിളായിട്ട് പറയുകയാണ്. സാധാരണ നിലയിൽ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കും പാസ്റ്ററെ? കർത്താവേ ഇവൻ്റെ ചെവി തുറക്കണമേ, പിതാവേ ഇവൻ്റെ നാവിൻ്റെ ആ കെട്ടുകളെ അഴിച്ച് ഇവന് സ്വാതന്ത്ര്യം കൊടുക്കണമേ എന്നല്ലേ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ യേശു പ്രാർത്ഥിച്ചത് എങ്ങനെയാണെന്നറിയോ? ഊമനും ചെകിടനുമായ ആത്മാവേ ഇവനെ വിട്ടുപോ, ആത്മാവേ, ആ ചെകിടാത്മാവേ ഇവനെ വിട്ടു. അപ്പോൾ അവൻ്റെ ചെവി ബന്ധിച്ചിരുന്ന, അവൻ്റെ നാവിനെ കെട്ടിയിരുന്ന ഒരു സ്പിരിറ്റ് അവൻ്റെ മേളിലുണ്ടായിരുന്നു. ആ സ്പിരിറ്റിനെയാണ് യേശു അഡ്രസ്സ് ചെയ്തത്, ബ്രേക്ക് ചെയ്തത്. അപ്പോൾ ഇത് സ്കാനിങ്ങിൽ തെളിയില്ല ഈ സാധനം, മനസ്സിലാവുന്നുണ്ട് പക്ഷേ. അപ്പം ഡിമോണിക്കായ അറ്റാക്കുകളിലൂടെ ഇപ്പം ഞാൻ എത്ര കേസുകളിലാണ് യേശു കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നത് അറിയോ? എനിക്ക് പറഞ്ഞാൽ നമുക്കൊന്ന് പറയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. എത്ര ജീവിതങ്ങളെയാണ് കർത്താവ് വെടിവെച്ചിരിക്കുന്നത്. മനുഷ്യൻ വൈദ്യശാസ്ത്രമൊക്കെ കൈവിട്ട എന്ന് വെച്ചാൽ അത് ഡോക്ടർമാരുടെ കഴിവുകേടല്ല, അവർക്കത് കണ്ടുപിടിക്കാനോ അത് ഹീൽ ചെയ്യാനോ കഴിയുന്നില്ല. കാരണം അതിൻ്റെ പിന്നിലൊരു സ്പിരിച്വൽ റീസൺ ഉണ്ട് പാസ്റ്ററെ. അതെല്ലാവരും മനസ്സിലാക്കുന്നില്ല. കൊച്ച് ഡിപ്രഷനാണ്, അവൾ മിണ്ടുന്നില്ല, അല്ലെങ്കിൽ വയലൻ്റാണ്, ആങ്സൈറ്റി പ്രോബ്ലമാണ്, പാനിക് അറ്റാക്കുകൾ ഉണ്ടാകുകയാണ്. ഈ പാനിക് അറ്റാക്കും ആങ്സൈറ്റിയും പ്രോബ്ലത്തിൽ നിന്ന് എത്ര ആയിരങ്ങളെയാണെന്നറിയാമോ ഈ ശുശ്രൂഷകളിൽ കർത്താവ് പലയിടങ്ങളിൽ വിടുവിച്ചിട്ടുള്ളത്. ഭയം അകത്ത് കയറുകയാണ്. സൈക്കാട്രിസ്റ്റിൻ്റെ അടുക്കൽ പോയി അവർ ഉറങ്ങാനുള്ള കുറേ മരുന്നൊക്കെ കൊടുത്ത് അവർ മാക്സിമം ട്രൈ ചെയ്യും. അവരുടെ മരുന്നിനെല്ലാം സെഡേഷൻ ഉണ്ട്, അത് കഴിച്ച് അതെല്ലാം സിംറ്റംസിന് വേണ്ടിയുള്ള മരുന്നുകൾ മാത്രമേ ഉള്ളൂ. കോസ് അവർക്ക് കണ്ടെത്താൻ കഴിയാത്തതിനാൽ കോസിനെ നീക്കുന്ന മരുന്നുകൾ ആ മേഖലയിൽ ഇല്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, നമ്മൾ പോലും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. വന്നു, കൈവച്ച് പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ 2 പ്രാർത്ഥന കഴിഞ്ഞു, 2 മീറ്റിങ്ങിൽ പങ്കെടുത്തു, തിരിച്ചറിയാൻ മേലാത്ത രീതിയിൽ ആൾ രൂപാന്തരപ്പെട്ടു. ഇപ്പം പഠിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, അപ്പനെ അമ്മയെ അനുസരിക്കുന്നു, കോളേജിൽ പോകുന്നു, ആള് മാറിയവരെ പോലെയാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നത്? എത്ര ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടിട്ടിട്ടും, ഇതൊന്നും തെറ്റാന്നല്ല ഞാൻ പറയുന്നത്, അവർക്ക് അവരാൽ കഴിയുന്നല്ലോ ചെയ്യുന്നത്, അതെല്ലാം സഹായകരമായ കാര്യം തന്നെയാണ്. ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടിട്ടിട്ടും രൂപാന്തരപ്പെടാത്ത എത്രയോ മദ്യപാനികൾ പ്രാർത്ഥനയിലൂടെ ജീവിതം രൂപാന്തരപ്പെട്ട് മാനസാന്തരപ്പെട്ട് ജീവിക്കുന്നു. അപ്പോൾ മനുഷ്യന് ചെയ്യാൻ കഴിയാത്തത്, മാനുഷിക തലങ്ങളിൽ ഡീൽ ചെയ്യാൻ കഴിയാത്തത് യേശുവിന് ഡീൽ ചെയ്യാൻ കഴിയും. കർത്താവിനെ ഡീൽ ചെയ്യാൻ കഴിയത്തുള്ളൂ. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരു ഭൂതഗ്രസ്തനെ. ചെങ്ങല കൊണ്ട് കെട്ടിയാൽ ചെങ്ങല പൊട്ടിക്കുന്ന, സെല്ലിനകത്ത് അടച്ചാൽ സെല്ല് പൊളിക്കുന്ന ഒരു ഭൂതഗ്രസ്തൻ. അവിടെ എഴുതിയിരിക്കുന്ന ആർക്കും അവനെ അടക്കാൻ കഴിഞ്ഞില്ലെന്ന ആ ഭൂതഗ്രസ്തനെ ഒറ്റ നിമിഷം കൊണ്ട് യേശു സുവിശേഷകനാക്കി മാറ്റി 12 വർഷം അതേ അധ്യായത്തിൽ അവൻ്റെ ഉള്ളിൽ ആയിരക്കണക്കിന് ദുരാത്മാക്കൾ ഉണ്ടായിരുന്നു. അതവനെ വിട്ടുപോയി. അതവനെ വിട്ടുപോയി.
12 വർഷം മുതൽ മുഴുവൻ വിറ്റ് ചികിത്സിച്ചിട്ടും സൗഖ്യം വരാത്ത രക്തസ്രവക്കാരി സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്കൽ തൊട്ട് സൗഖ്യമായില്ലേ? മൂന്നാമതായിട്ട് മരിച്ചുപോയ യായിറോസിൻ്റെ പൈതലിനെ, കൊച്ചിനെ കർത്താവ് ഉയർപ്പിച്ചില്ലേ? മർക്കോസ് സുവിശേഷം ഒറ്റ അധ്യായത്തിൽ 5-ാം അധ്യായത്തിൽ മനുഷ്യർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത 3 കേസ് 3 കേസും വ്യത്യസ്തമാകുന്ന കേസുകൾ യേശു ഹാൻഡിൽ ചെയ്തു. ഇത് നിങ്ങൾ വിശ്വസിക്കണം. ബൈബിൾ നിങ്ങൾക്ക് തരുന്ന ഒരു ഉറപ്പുണ്ട്. നിങ്ങൾക്കധികം ഭാരമായുള്ളതിനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക, ഞാൻ അതിനെ തീർത്തു തരാം. ആമേൻ. ഹല്ലേലൂയ. യിരെമ്യാ പ്രവചനം 32:27, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ആമേൻ. ഇത് വിശ്വസിക്കണം. നമ്മുടെ നമ്മുടെ പിതാക്കൾ ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യമുണ്ട്. അതോടൊന്നിച്ച് തന്നെ വചനം പറയുന്നു, മർക്കോസ് 9:23, വിശ്വസിക്കുന്നവന് സകലവും കഴിയും. അതെ, വിശ്വസിക്കുന്നവന് സകലവും കഴിയും. വിശ്വസിക്കുന്നവന് സകല ദൈവത്തിന് സകലവും കഴിയും, വിശ്വസിക്കുന്നവന് സകലവും കഴിയും. തീർച്ചയായിട്ടും വിശ്വസിക്കുന്നവന് സകലവും കഴിയും. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുവാൻ തയ്യാറാകുന്നു എങ്കിൽ കർത്താവാകുന്ന യേശു ക്രിസ്തു നിങ്ങളെ സൗഖ്യമാക്കും. ഈ രോഗബാധയിൽ നിന്ന് എനിക്ക് പുറത്തു വരുവാൻ കഴിയും. നിങ്ങൾ വിശ്വസിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ വിശ്വസിക്കുന്നവന് സകലവും കഴിയും. വിശ്വസിക്കുന്നവന് ആ രോഗത്തെ പുറത്താക്കുവാൻ കഴിയും. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ, മർക്കോസ് 11:23, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും. അവിടെ വിശ്വസിക്കുന്നവൻ്റെ ഒരു പ്രത്യേകതയാണ്, അവൻ സംസാരിക്കും. എന്താണ് സംസാരിക്കുന്നത്? വിശ്വാസമായിരിക്കും സംസാരിക്കുന്നത്. അവൻ സംസാരിച്ചു കഴിഞ്ഞാൽ ഈ മല, ഇതെല്ലാം മലകളാവസ്ഥ, ഇതെല്ലാം സ്പിരിച്വൽ മൗണ്ടൻസ് ആണ്. അനേകരുടെ ജീവിതത്തിൻ്റെ പുരോഗതിക്ക് വിരുദ്ധമായി നിൽക്കുന്ന സ്പിരിച്വൽ മൗണ്ടൻസ് ആണ്. വളരെ മുന്നോട്ട് പോകുവാൻ വേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പെട്ടെന്നൊരു രോഗം വരുന്നു, നടക്കാൻ വയ്യാത്ത അവസ്ഥ വരുന്നു, അത് എല്ലാം തടസ്സപ്പെട്ടില്ലേ? സ്തംഭനാവസ്ഥയിലായില്ലേ? മുന്നോട്ട് പോകാനൊക്കത്തില്ല. ആ തടസ്സങ്ങൾ മലകളാണ്. അതിനെ പുറത്താക്കുവാൻ വേണ്ടിയാണ് നമുക്ക് വിശ്വാസം വേണ്ടത്. അതെ, അതുകൊണ്ട് തന്നെ ആ വാക്യത്തിൽ 24-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും. പാസ്റ്റർ കെന്നത്ത് ഹെഗിൻ അവറുകൾ തളർന്നു കിടന്നതാണ്. മരണക്കിടക്കയിലായിരുന്നു, നീണ്ട നാളുകൾ മരണക്കിടക്കയിലായിരുന്നു. അന്ന് 15-16 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഈ 2 വാക്യങ്ങളാണ് തൻ്റെ ജീവിതത്തെ സൗഖ്യത്തിലേക്ക് അടുപ്പിച്ചത്. ഒരു ദിവസം മരിച്ചങ്ങ് നരകം വരെ പോയായിരുന്നു. പിന്നെ തിരിഞ്ഞ് മടങ്ങി വന്നു, കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു. ഈ വാക്യം ഏതാണ്ട് 1 വർഷത്തോളം കർത്താവിൻ്റെ ദാസൻ കൺഫസ് ചെയ്തുകൊണ്ടേയിരുന്നു. ഒരു മാറ്റവും കണ്ടില്ല. നമ്മൾ പറയുമ്പോൾ ഇത് നമ്മൾ വെറുതെ പറയുന്നു, ഒരു പ്രയോജനമില്ല, വെറുതെ അർത്ഥമില്ലാതെ പറയുന്ന വാക്കുകൾ പോലെ അദ്ദേഹത്തിന് ആദ്യം തോന്നിയിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറഞ്ഞു. 1 വർഷത്തോളം പറഞ്ഞുകൊണ്ടിരുന്നു ഈ വാക്യങ്ങൾ. മർക്കോസ് 11:23-24 പൂർണ്ണ സൗഖ്യമുള്ളവനായി തീർന്നു. അങ്ങനെയാണ് വേർഡ് ഓഫ് ഫെയ്ത്ത് മൂവ്മെൻ്റ് ആരംഭിക്കുന്നത്. അതെ. അതുകൊണ്ട് ദൈവത്തിന് സകലവും കഴിയും, ദൈവത്തിൽ വിശ്വസിക്കുന്നവനും സകലവും കഴിയും. പക്ഷേ ഇതിനകത്ത് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ദൈവം നമ്മളെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളാരും രോഗിയായിരിക്കുന്നത് കാണാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മൾ തകരുന്നത് കാണാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ സങ്കടം കണ്ടിട്ട് സന്തോഷിക്കുന്ന ഒരു സാഡിസ്റ്റ് അല്ല, ഒരു സൈക്കോയല്ല ദൈവം. നമ്മുടെ ജീവിതത്തിലെ നന്മയും നമ്മുടെ ജീവിതത്തിലെ സന്തോഷവും തൻ്റെ മക്കളുടെ അനുഗ്രഹവും കാണുവാൻ ആഗ്രഹിക്കുന്ന നല്ല പിതാവാണ് സ്വർഗത്തിലെ ദൈവം. ആമേൻ. ഇത് പലർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ്. പല സന്ദർഭങ്ങളിലും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ദൈവം എനിക്ക് അങ്ങനെ അത് തന്ന് ദൈവം എന്നെ ഒരു അടി അടിച്ചു, ദൈവം എന്നെ അങ്ങ് തകർത്തു. ഞാനത് കേൾക്കുമ്പം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, അവർക്ക് പിതാവായ ദൈവത്തെക്കുറിച്ചുള്ള, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള ആഴമേറിയ ബോധ്യം ഇല്ലാത്തത് കൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. ഈ ഒരു ചിന്തയെ, ഈ ഒരു പറച്ചിലിനെ പിശാച് മറുഭാഗത്ത് നന്നായിട്ട് അങ്ങ് മുതലാക്കുകയും ചെയ്യുന്നുണ്ട്. ഒരിക്കലൊരു കുഷ്ഠരോഗി മർക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 40 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ കർത്താവിൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി. എന്നിട്ട് എന്താ പറഞ്ഞു? നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയുമെന്ന് അപേക്ഷിച്ചു. അപ്പം അവൻ യേശുവിനോട് പറയാണ്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ, ഞാൻ ഹീലാകാൻ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നിനക്ക് എന്നെ ശുദ്ധമാക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. അടുത്ത വാക്ക് മുഴുവൻ ആളുകളോടുമുള്ളൊരു മെസ്സേജാണ്. ആമേൻ. യേശു മനസ്സലിഞ്ഞ് കൈ നീട്ടി അവനെ തൊട്ടു.
ആമേൻ ഹല്ലേലൂയ. മനസ്സുണ്ട്. എന്ന് കർത്താവ് അവിടെ പറഞ്ഞു. അത് അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത് അതിന്റെ 42-ാം വാക്യത്തിൽ. മനസ്സുണ്ട്, ശുദ്ധമാക. മനസ്സുണ്ട്, നീ സൗഖ്യമാക. നിന്റെ ക്യാൻസർ മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നീ സൗഖ്യമാകുക. നിന്റെ ഡിസ്കിന്റെ പ്രോബ്ലം സൗഖ്യമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നീ സൗഖ്യമാകുക. നിനക്ക് കാഴ്ചയുണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു, കാഴ്ച പ്രാപിക്കുക. ആമേൻ. നിന്റെ തലമുറയുടെ ആ രോഗം സൗഖ്യമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു, വിശ്വസിക്കുക. ആമേൻ. ആ ഓട്ടിസം സൗഖ്യമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, വിശ്വസിക്കുക. എനിക്ക് മനസ്സുണ്ട്, ബിലീവ് ഇറ്റ്. ആമേൻ. പലപ്പോഴും ആളുകൾ വേറൊരു സാധനമാണ് വിശ്വസിച്ച് വച്ചിരിക്കുന്നത്. ഒന്നുകിൽ അവർ വിശ്വസിക്കുന്നു ഇത് പിശാച് എന്തോ ബന്ധിച്ചിരിക്കുകയാണ്, ആരാണ്ട് എനിക്കെതിരെ എന്തോ ചെയ്തിരിക്കുകയാണ്, ശത്രു ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു പോരാട്ടമാണ്. മറുഭാഗത്ത് ചിലർ വിശ്വസിച്ചിരിക്കുന്നു ഇത് ദൈവം എന്നെ അടിച്ചൊരടിയാണ്. ഇത് രണ്ടിലുമാണ് പലരുടെയും ഫെയ്ത്ത്. ഇതിനിടയ്ക്ക് വേറെ വിശ്വസിക്കുന്നവരുണ്ട്. ചില ആളുകൾ പ്രവാചകന്മാർ വന്ന് പറയും നാളുകളിൽ ഒരു അത്ഭുതം നടക്കും, ഒരു വിടുതൽ നടക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാം, നാളുകളിൽ ഒരു പ്രവൃത്തി ഉണ്ടാകും. പക്ഷേ കർത്താവ് ഇപ്പോൾ റൈറ്റ് നൗ ഈ സമയത്ത് അതിനകത്തൊരു വിടുതൽ നൽകാൻ ആഗ്രഹിക്കുന്നു. മാർത്ത യേശുവിനോട് പറഞ്ഞ കാര്യം, കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. ലാസറിൻ്റെ വിഷയത്തിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇന്നലകളിൽ നീ എൻ്റെ വീട്ടിൽ വന്നായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും നടക്കത്തില്ലായിരുന്നു. സാരമില്ല കർത്താവേ, പുനരുദ്ധാന നാളിൽ എൻ്റെ സഹോദരൻ ഉയർക്കും. നമ്മുടെ ആളുകൾ പറയുന്ന പോലെ വരുന്ന നാളുകളിൽ ഒരു അത്ഭുതം നടക്കും. നാളുകളിൽ ഒരു ഡെലിവറൻസ് ഉണ്ടാകും. കർത്താവ് ഇന്നിന്റെ കർത്താവ്. ഉടനെ യേശു ചോദിക്കുന്നുണ്ട്, അവനെ വെച്ച സ്ഥലം എവിടെ? അവനെ എവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, മാർത്ത, ഞാൻ ഇന്നലകളുടെ ദൈവം മാത്രമല്ല, ഞാൻ നാളെയുടെ ദൈവം മാത്രമല്ല, ഞാൻ ഇന്നിൻ്റെ ദൈവമാണ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോറെവർ. ആമേൻ. ഹല്ലേലൂയ. ഈസ് എ ഗോഡ് ഓഫ് ടുഡേ പാസ്റ്റർ. ആമേൻ. ഇന്നിന്റെ ദൈവം. ഇപ്പോൾ ഈ സമയത്ത് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? നിനക്ക് മനസ്സുണ്ടോ? കർത്താവ് എടുത്തു പറഞ്ഞു മനസ്സുണ്ട്. നീ എന്തോ വിചാരിച്ചിരിക്കുന്നത് എനിക്ക് മനസ്സില്ലെന്നോ? മനസ്സുണ്ട്, ശുദ്ധമാക. ഈ പല ആളുകൾക്കും ഇത്രയൊക്കെ നടക്കൂ, ഇങ്ങനെ നടക്കൂ സൗഖ്യം, ഇങ്ങനെ ആയിരിക്കും സൗഖ്യം ഉണ്ടാകുന്നത്. ഈ ചിന്ത മാറണം പാസ്റ്ററെ. ബൈബിളിൽ ഞാൻ കാണുന്ന എല്ലാ പ്രവൃത്തികളും പുതുമയുള്ളതാ അല്ലേ പാസ്റ്റർ? എല്ലാം സ്പെഷ്യലാ. അതെ. മോശയുടെ കാലത്ത് ദൈവം ചെങ്കടലിനെ രണ്ടാക്കി. അതിനു മുമ്പ് അങ്ങനൊരു കാര്യം നടന്നിട്ടില്ല, അതിനുശേഷം അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല. പക്ഷെ ജോഷുവയുടെ കാലത്ത് അതല്ല സംഭവിച്ചത്. ദൈവം സൂര്യനെ പിടിച്ചു നിർത്തി അല്ലേ? തിമായുടെ മകനായ ബർത്തിമായുടെ കാലഘട്ടത്തിൽ അവൻ്റെ ഒറ്റ നിലവിളിയുടെ മുമ്പിൽ കടലിനെയും സൂര്യനെയും നിർമ്മിച്ചവനെ ഞാൻ പിടിച്ചു നിർത്തി. യേശുവിനെ തന്നെ പിടിച്ചു നിർത്തി അവൻ്റെ നിലവിളിയുടെ മുമ്പിൽ. വ്യത്യസ്തമായ രീതിയിൽ ഇപ്പം 38 വർഷം ബെഥേസ്ദ കുളക്കരയിൽ കിടക്കുന്ന രോഗി, യേശു അവൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുകയാണ്, യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിൽ, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? ഉടനെ ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ എന്നാണ് പറയേണ്ടത്. ഇവൻ പറയുകയാണ്, കർത്താവെ, എന്നെ ഈ കുളത്തിലേക്ക് ഇറക്കാൻ, ഈ കുളം കലങ്ങുമ്പോൾ എന്നെ അങ്ങോട്ടാക്കാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ ഒരുത്തൻ എനിക്ക് മുൻപായി ഇറങ്ങുന്നവൻ സൗഖ്യം പ്രാപിക്കുന്നു എന്നവൻ പറഞ്ഞു. അപ്പോൾ ഇവൻ്റെ ചിന്തയിൽ, ഈ കുളക്കരയിൽ കിടക്കുന്നവൻ്റെ ആറ്റിറ്റ്യൂഡിൽ മൈൻഡ് സെറ്റ് വെച്ചിട്ട് സൗഖ്യമാകണമെങ്കിൽ കുളത്തിലിറങ്ങണം. കുളത്തിലിറങ്ങിയാലേ, വെള്ളത്തിലിറങ്ങിയാലേ സൗഖ്യം ആകത്തുള്ളൂ എന്നൊരു സാധനം ഇവൻ്റെ മൈൻഡിൽ രജിസ്റ്റേർഡാണ്. ഇവൻ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവൻ അതാണ് ഇത്രയും നാൾ കണ്ടതും കണ്ടുകൊണ്ടിരിക്കുന്നതും ഇപ്പോഴും വിശ്വസിക്കുന്നതും. പക്ഷേ കർത്താവിന് പറയാനുണ്ട്, മോനെ, കുളത്തിൽ മാത്രമല്ല സൗഖ്യം, കരയിലും ഉണ്ട്. നിന്നെ എനിക്ക് സൗഖ്യമാക്കാൻ നീ വെള്ളത്തിൽ ഇറങ്ങണമെന്നില്ല. എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കാം. ഓ ഹല്ലേലൂയ. അപ്പം നമ്മൾ ചിന്തിച്ച് വെച്ചിരിക്കുന്ന ഇങ്ങനെയൊക്കെ നടക്കൂ, ഇങ്ങനെയൊക്കെ സംഭവിക്കൂ, ഇതിനപ്പുറം ഒന്നും നടക്കില്ല എന്ന് ചിന്തിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചിന്താഗതികളെയും ആറ്റിറ്റ്യൂഡിനെയും മാറ്റണം. ദൈവത്തിന് ഏത് വഴികളിലൂടെയും നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയും, ചെയ്യാൻ കഴിയും. ഒറ്റ കാര്യം കർത്താവിനെ അറിഞ്ഞാൽ മതി, നിനക്ക് മനസ്സുണ്ടോ, നീ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എനിക്ക് നിന്നെ സൗഖ്യമാക്കാൻ കഴിയും. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. ആമേൻ. 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 രോഗസൗഖ്യത്തിൻ്റെ ഇന്നത്തെ അനുഭവങ്ങളുടെ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് വിവിധ ശുശ്രൂഷകളിൽ നിന്ന് കേൾക്കുവാൻ കഴിയുന്നുണ്ട്. പാസ്റ്ററുടെ ശുശ്രൂഷയിൽ ധാരാളം ഇത്തരത്തിലുള്ള സൗഖ്യങ്ങൾ നടന്നിട്ടുണ്ട്. ഞാൻ പരാമർശിച്ച ചില സൗഖ്യങ്ങൾ ഉൾപ്പെടെ
ശ്രദ്ധേയമാകുന്ന ചില സൗഖ്യങ്ങളുടെ അനുഭവങ്ങൾ പാസ്റ്റർ പങ്കുവയ്ക്കുമോ? പക്ഷേ ഈ എപ്പോഴും ഒരു കാര്യം, ഞാൻ കഴിഞ്ഞ പോഡ്കാസ്റ്റിലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞാൻ ഈ കാര്യം പറഞ്ഞു, സൗഖ്യമാക്കുന്നത് ദൈവമാണ്, അതെ, യേശു കർത്താവാണ്. ഹീലിംഗ്, രോഗശാന്തി എന്ന് പറയുന്നത് ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റിൽ, പരിശുദ്ധാത്മാവിൻ്റെ കൃപാദാനങ്ങളിൽ ഒരു കൃപാദാനം മാത്രമാണ്. അത് പൊതുപ്രയോജനത്തിനായി നൽകിയിരിക്കുന്ന ഒന്നാണ്. അതെ, അല്ലേ? നമ്മളെ ഇപ്പം നമുക്കൊരു തലവേദന വന്നാൽ, അല്ലെ നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ ആളുകൾ പറയും, ഇയാൾ വലിയ രോഗശാന്തിയൊക്കെ നടത്തി, വലിയ അത്ഭുതങ്ങളൊക്കെ നടത്തിയിട്ട് പുള്ളിക്ക് മുട്ടുവേദനയാണല്ലോ. അപ്പോൾ ഇവർ ചിന്തിക്കുന്നൊരു കാര്യം, ഇതൊക്കെ നമ്മളാ ചെയ്തേന്നുള്ളതാണ് ഇവരുടെ എല്ലാം ചിന്ത. നമ്മൾ സാധാരണ മനുഷ്യൻ. അതെ, ക്രൂശിൽ യേശു കർത്താവ് കിടക്കുന്ന സമയത്ത് കള്ളൻ പറഞ്ഞതുപോലെ, നീ ദൈവപുത്രനല്ലേ, നീ ഞങ്ങളെയും അവനെയും എൻ്റെ കൂടെയുള്ള കൂട്ടുകാരനെയും കൂടെ നീ നിന്നെ രക്ഷിക്ക്, ഞങ്ങളെ രക്ഷിക്ക്. ഈ കള്ളൻ അറിയുന്നുണ്ടോ യേശു കർത്താവ് ക്രൂശിൽ കിടക്കുന്നത് യേശുവിനെ രക്ഷിക്കാനോ യേശുവിന് വേണ്ടിയോ അല്ല, മാനവകുലത്തിൻ്റെ മുഴുവൻ പാപവിമോചനത്തിനും വിടുതലിനും വേണ്ടിയാണെന്ന് അവൻ മനസ്സിലാക്കുന്നില്ല. അവനാകെ കാണുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവിടെ വലിയ അത്ഭുതങ്ങളൊക്കെ നടത്തിയിട്ട് ഈ പുള്ളിക്ക് എന്നാ പറ്റിയെന്നുള്ളത് അവൻ ചിന്തിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഹീലിങ്ങിൻ്റെ ഗിഫ്റ്റ് എന്ന് പറയുന്നത്, ആ അനോയിൻറ്റിങ് ദൈവം ഒരാളുടെ മേൽ ഇട്ടിരിക്കുന്നത് മറ്റ് പലർക്കും വേണ്ടിയാണ്, പൊതുപ്രയോജനത്തിന് വേണ്ടിയാണ്. എൻ്റെ ശുശ്രൂഷയിൽ പാസ്റ്ററെ ഒരുപാട് ആളുകൾക്ക് വേണ്ടി മിക്ക മീറ്റിങ്ങിൽ ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, അതൊരു ഫെയ്ത്തിനകത്ത് ഡീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. വിശ്വാസമാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ലുസ്ത്രയിൽ അമ്മയുടെ ഉദരം മുതൽ മുടന്തനായൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു, അവന് വിശ്വാസമുണ്ടെന്ന് കണ്ടാറേ പൗലോസ് അവനോട് എഴുന്നേറ്റ് നിവർന്ന് നിൽക്കാൻ പറഞ്ഞു. അപ്പം ആ ഒരുത്തൻ്റെ അകത്ത് ആ ഫെയ്ത്ത് ഉണ്ടെങ്കിൽ, ഒന്നുകിൽ പ്രാർത്ഥിക്കുന്ന നമുക്ക് അത്ര കണ്ട് അതിനകത്ത് ആ ഒരു വിശ്വാസം വേണം, അല്ലെങ്കിൽ നമ്മുടെ അടിയിൽ പ്രാർത്ഥിക്കാൻ വന്ന് നിൽക്കുന്നവന് ഞാൻ സൗഖ്യമാകും എന്ന വിശ്വാസം ഉണ്ടാകണം. ആ വിശ്വാസമാണ് എപ്പോഴും ഹീലിങ്ങിന് ആധാരമായിട്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ മേളിൽ കിടക്കുന്ന അനോയിൻറ്റിങ് റിലീസ് സംഭവം, ഇപ്പോൾ ഡിമോണിക്കൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ചില ആളുകൾ പ്രാർത്ഥിക്കാൻ വരുന്ന സമയത്ത് ഇത് പൈശാചികമായ ഡിമോണിക്കായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സേറ്റനിക് അറ്റാക്കാണ്, ഒരു സ്പിരിച്വൽ അറ്റാക്കാണെന്ന് മനസ്സിലായ സംഭവം ഈസിയായി. കാരണം പിശാചിനെ ഭൂതത്തെ ഇറക്കി വിട്ടാൽ മതി. പിശാച് വിട്ടു പോകുമ്പോൾ അവൻ ആൾ റെഡിയാവും, അവൻ കംപ്ലീറ്റ്ലി ഫ്രീ ആവും. അവൻ ഈ ഇരുട്ടത്തുനിന്ന് വെളിച്ചത്ത് വന്നതുപോലെയാകും. മനസ്സിലാകുന്നുണ്ട് ഭാഷ. എന്നാൽ കൂടുതലായും ഈ നമ്മുടെ ആളുകളിൽ കൂടുതലായും പാരമ്പര്യമായി നിൽക്കുന്ന രോഗങ്ങളും പൈശാചികമായ ബന്ധനങ്ങളുമാണ്. പിന്നെ ജീവിതശൈലി, ഭക്ഷണക്രമത്തിലുണ്ടാകുന്ന കാര്യങ്ങൾ, അവരുടെ ശരീരത്തെ അവർ ടേക്ക് കെയർ ചെയ്യാത്തത്, ഉള്ള മഴയെല്ലാം പോയി നനഞ്ഞിട്ട്, ഇപ്പോൾ ഒരു ഉള്ള മഴ മൊത്തം നനഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റുമോ ഈ പനി ദൈവം തന്നതാണ്, പിശാച് തന്നതാണ്? അത് പിശാചുമല്ല ദൈവമല്ല, മഴ നനഞ്ഞുകൊണ്ട് വന്നതാണ്. മനസ്സിലാകുന്നുണ്ടോ ഭാഷ? അപ്പോൾ വണ്ടി ഓടിച്ചില്ല, വണ്ടി നേരെ ഓടിക്കാതെ 60 മൈൽ സ്പീഡിൽ പോകേണ്ടടുത്ത് 140 മൈൽ സ്പീഡിൽ പോയിട്ട് എല്ലാ ഡിവൈഡറിലും കൊണ്ടുപോയി ഇടിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുമോ പിശാച് എനിക്ക് തന്ന പണിയാണ്, അല്ല ദൈവം അങ്ങനെ അനുവദിച്ചത്? ഒരിക്കലുമല്ല. അവനാ വണ്ടി കൃത്യമായിട്ട് ഓടിക്കണമായിരുന്നു. ദൈവം മനുഷ്യന് വിസ്ഡം തന്നിട്ടുണ്ട്. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഈ മന്ദിരത്തെ കൃത്യതയോടെ നോക്കാൻ ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പാസ്റ്റർ, അതിനുള്ള പരിജ്ഞാനം തന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കരുത്. ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നതിനെ ദൈവം നശിപ്പിക്കുമെന്നാണ്. ദൈവത്തെ ഒരിക്കലും പരീക്ഷിക്കാൻ പാടില്ല, ദൈവത്തെ ഒരിക്കലും പരീക്ഷിക്കരുത്. ആഫ്രിക്കയിലെങ്ങാണ്ട് ഏതോ ഒരു പാസ്റ്റർ കഴിഞ്ഞ ദിവസം ഒരു പാമ്പിനെ എടുത്തുകൊണ്ട് വന്ന് തോളത്തിട്ടിട്ട്, ഞാൻ ഈ പാമ്പിനെയും കൊണ്ട് ഇപ്പോൾ എൻ്റെ നാവിൽ കൊത്തിക്കാൻ പോവുകയാണ്, ഞാൻ മരിക്കില്ല. മർക്കോസ് സുവിശേഷം 8-ാം അധ്യായം 16-ാം വാക്യം 16-ാം അധ്യായം 17-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, മരണകരമായ യാതൊന്നും കുടിച്ചാലും ഹാനി വരത്തില്ല, ഞാൻ ഈ പാമ്പിനെ കൊണ്ട് എൻ്റെ നാവിൽ കടിപ്പിക്കാൻ പോകുന്ന പറഞ്ഞാൽ പാമ്പിനെ കൊണ്ട് നാവിൽ കൊത്തിച്ചു, പുള്ളി മരിച്ചുപോയി. ഈ ദൈവത്തെ പരീക്ഷിക്കാനുള്ള ഒരു വസ്തുവല്ല. ദൈവം മനുഷ്യന് വിവേകം തന്നിട്ടുണ്ട്, ദൈവം മനുഷ്യന് പരിജ്ഞാനം തന്നിട്ടുണ്ട്. ആ പരിജ്ഞാനത്തിൽ കുടുംബത്തെ നയിക്കുക, ഹെൽത്തിനെ നോക്കുക. എന്നാൽ ഇതൊന്നുമല്ലാതെ നമ്മുടെ ജീവിതത്തിൽ വന്നു കയറുന്ന പാരമ്പര്യ രോഗങ്ങൾ, ശാപകാരണമായ പ്രശ്നങ്ങൾ, പ്രകൃതിയുടെ കാലാവസ്ഥയുടെ വ്യതിയാനം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ, ഡിമോണിക് അറ്റാക്ക്, എന്ത് തന്നെയാകട്ടെ,
യേശു കർത്താവ് പറയുന്നു, വചനം പറയുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ആമേൻ. ഈ ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, കർത്താവ് നിങ്ങൾക്ക് അധികാരം നൽകിയിട്ടുണ്ട്. എനിക്കൊരു പ്രത്യേക അനുഭവം ഉണ്ടായി. ഞങ്ങൾ ഒരു മീറ്റിംഗ് അരുണാചൽ പ്രദേശിൽ നടത്തുന്ന സന്ദർഭത്തിൽ 7 ദിവസം നീണ്ടു നിൽക്കുന്ന മീറ്റിംഗ് ആയിരുന്നു. അരുണാചലിൽ നൊപ്പിൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സഹോദരി ഉണ്ടായിരുന്നു. ആ സഹോദരിയുടെ ഭർത്താവ് വിശ്വാസത്തിലല്ല, ഒരു ഗവൺമെൻറ് ജോലിക്കാരായിരുന്നു. ഭർത്താവ് വിശ്വാസത്തിലല്ല. മോന് പ്രത്യേക ഒരു രോഗം വന്ന് ഈ ചെവിക്കകത്തുനിന്ന് പഴുപ്പിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കറിയാവുന്ന ചെറിയ ചെറിയ ഹോസ്പിറ്റലാണ്, കൊച്ചു കൊച്ചു ഹോസ്പിറ്റൽസേ ഉള്ള അവിടെയൊക്കെ പോയെങ്കിലും ഒന്നും സംഭവിച്ചില്ല, മരുന്നൊന്നും കഴിച്ചിട്ട് മാറിയില്ല. അപ്പോൾ ഇവർക്ക് മനസ്സിലായി 7 ദിവസത്തെ മീറ്റിങ്ങിന് പോയാൽ യേശു ഈ കുഞ്ഞിനെ സൗഖ്യമാക്കും. മനസ്സിലായി. അങ്ങനെ ഭർത്താവിനോട് അനുവാദം ചോദിക്കാനും ഒക്കത്തില്ല. അതുകൊണ്ട് ഓഫീസ് കാര്യങ്ങൾക്ക് വേണ്ടി എനിക്ക് ഇറ്റനഗറിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഈ ഭാര്യ മോനുമായിട്ട് ഇറ്റാനഗറിനടുത്തുള്ള നെർജുലിയിലുള്ള ഈ മീറ്റിംഗ് സ്ഥലത്ത് വരികയുണ്ടായി, സുമോയിൽ വരികയുണ്ടായി. വന്നു, 7 ദിവസം ഇരുന്നു. ഞങ്ങളെല്ലാം പ്രാർത്ഥിച്ചു. കൊച്ചിന് സൗഖ്യം ഉണ്ടായില്ല. ഇതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചവർ മടങ്ങിപ്പോകുമ്പോൾ സുമോയിൽ മടങ്ങിപ്പോകുമ്പോൾ നൊപ്പിൻ എത്താൻ ഇനി ഒരു 25 കിലോമീറ്റർ ശേഷിക്കുന്ന സന്ദർഭത്തിൽ ഇവരുടെ ഹൃദയത്തിലൊരു ചിന്ത വരികയാണ്, ഫിന്നി പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ മാത്രമേ എൻ്റെ മോൻ സൗഖ്യമാകത്തുള്ളൂ. ഞാൻ ആ 7 ദിവസം മീറ്റിങ്ങിന് പോയിരുന്നാൽ മാത്രമേ എൻ്റെ മോൻ സൗഖ്യമാകുകയുള്ളൂ. ഞാൻ പ്രാർത്ഥിച്ചാൽ നടക്കത്തില്ലേ? ഇവരാ സുമോയിലിരുന്ന് കൈ വെച്ച് ഈ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ പാസ്റ്ററെ, ആ സമയത്ത് ഈ ഒഴുക്ക് സ്റ്റോപ്പായിട്ട്, നമുക്കറിയാമല്ലോ ഈ ഇങ്ങനെയുള്ള ഭാഗത്ത് കറക്കത്തില്ല, ഇത് ഉണങ്ങി കഴിയുന്നുണ്ട്. ആ സെക്കൻഡിൽ ഈ ഭാഗം, ആ കാര്യങ്ങളെല്ലാം കറത്തു. അത് അങ്ങനെ ഒരു ഒഴുക്ക് കംപ്ലീറ്റ്ലി സ്റ്റോപ്പായി. ഈ ലേഡി ഞങ്ങളോട് സാക്ഷ്യം പറയുകയാണ്, ഇത് എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചൊരു കാര്യമായിരുന്നു. മാത്രമല്ല, മറ്റുള്ള ദൈവമക്കൾ ഇത് അറിയണം. ദൈവം നിങ്ങളെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. അത് ഈ സന്ദർഭത്തിലും പ്രസക്തമാകുന്നു. ഈ ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കരം വെച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ശരീരത്തിൽ അത്ഭുത വിടുതലുകൾ സംഭവിക്കാൻ. തീർച്ചയായിട്ടും ഇതിനകത്ത് സ്പെഷ്യലിസ്റ്റുമാരില്ല പാസ്റ്ററെ. മർക്കോസ് 16:17 എന്നാ എഴുതിയിരിക്കുന്നത്? വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. വിശ്വസിക്കുന്നവരാൽ. ഹീലിങ്ങിന് അങ്ങനെ വിശ്വാസവും ഹീലിംഗ് മിനിസ്ട്രിയുമായിട്ട് ഭയങ്കര കണക്ഷനാണ്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. നിങ്ങൾ രോഗിയുടെ മേൽ കൈവെക്കുമ്പോൾ അവർക്ക് സൗഖ്യം വരും. ഇനി പ്രത്യേക സന്ദർഭങ്ങളുണ്ട്. ചിലരുടെ വിശ്വാസം, പ്രത്യേകിച്ചും വന്നിരിക്കുന്ന ജനത്തിൻ്റെ മുഴുവൻ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി കർത്താവ് ചില അൺയൂഷ്വൽ മിറക്കിൾസിനെ ചെയ്യും. ഒരിക്കൽ പാസ്റ്റർ ഒരിടത്ത് ശുശ്രൂഷിക്കുന്ന സന്ദർഭത്തിൽ വേദിയിൽ വന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ആ ലേഡിയെ മുന്നോട്ട് വിളിക്കണമെന്നൊരു ബോധ്യം ഹൃദയത്തിലുണ്ടായി. പാസ്റ്റർ മുന്നോട്ട് വിളിച്ചു. ഈ സ്ത്രീ മുന്നോട്ട് വന്നപ്പോഴാണ് പാസ്റ്റർക്ക് മനസ്സിലാകുന്നത് ഈ കൊച്ച് നടക്കത്തില്ല. 3-4 വയസ്സുള്ള കൊച്ച് നടക്കത്തില്ല. പാസ്റ്റർ അപ്പോൾ ഉടനടി തന്നെ ഈ അമ്മയോട് പറയണം, വേദിയിൽ വരിക, കൊച്ചിനെ നിലത്ത് നിർത്തുക. അപ്പോൾ അവർ പറഞ്ഞു, കൊച്ചു നടക്കത്തില്ല പാസ്റ്റർ, നിങ്ങളോടല്ലേ പറഞ്ഞ് നിർത്തവിടെ. ആയിരക്കണക്കിന് ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മീറ്റിംഗ് തുടങ്ങുന്നതേ ഉള്ളൂ. കൊച്ചിനെ ആ അമ്മയോട് നിർത്തി. എന്നിട്ട് പാസ്റ്റർ ആ അമ്മയോട് പറഞ്ഞു, നിങ്ങൾ ഈ ഓപ്പോസിറ്റ് സൈഡിൽ വന്ന് നിന്നിട്ട് കൊച്ചിനെ മുന്നോട്ട് വിളിക്കാൻ പറഞ്ഞു. അവരിപ്പുറത്ത് വന്നു കൊച്ചിനെ മുന്നോട്ട് വിളിച്ചു. ഈ കൊച്ച്, നടക്കാത്ത കൊച്ച്, അന്ന് ആ വേദിയിൽ വെച്ച് ഓടിച്ചെന്ന അമ്മയുടെ കയ്യിലേക്ക് ഓടിച്ചെല്ലുകയാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ആ വന്നിരിക്കുന്ന കോൺഗ്രിഗേഷന് മുഴുവൻ ഒരു അത്ഭുതത്തിലൂടെ കർത്താവ് ഒരു സന്ദേശം കൊടുക്കുകയാണ്, യേശുക്രിസ്തു ജീവിക്കുന്ന ദൈവമാകുന്നു. ഒത്തിരി ഇൻസിഡൻ്റ് ഉണ്ട് പാസ്റ്റർ. ഞാൻ മറക്കാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരു കാര്യം ഞാനിപ്പോൾ ഈ സംസാരിക്കുമ്പോൾ എൻ്റെ ഓർമ്മ വരുന്നത്, മൂവാറ്റുപുഴയിൽ ഞങ്ങളുടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ ഷിജിൻ ബ്രദറും ആശിഷും ഇവരെല്ലാം വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം. ഇതിങ്ങനെ ഈ പാട്ട് ഇങ്ങനെ പാടി വർഷിപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ഞാൻ ഇവരുടെ കൂട്ടത്തിൽ തന്നെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഏറ്റവും പുറകിൽ സ്റ്റേജിൽ നിൽക്കുമ്പം മെയിൻ ഓഡിറ്റോറിയത്തിൻ്റെ അവിടുത്തെ മെയിൻ എൻട്രൻസ് കാണാൻ പുറകിൽ ഒരു ഓട്ടോറിക്ഷയ്ക്കകത്ത് കുറച്ച് പേര് വന്നിറങ്ങിയിട്ട് ഞങ്ങളുടെ എറണാകുളം ചർച്ചിലുള്ള ലീഡേഴ്സ് ചെന്ന് ആ ഓട്ടോറിക്ഷയിൽ നിന്ന് അതിൻ്റെ പുറകിലൊരു വീൽ ചെയർ മടക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ഷീറ്റ് പൊക്കി ആ വീൽ ചെയർ വലിച്ച് വെളിയിലെടുത്ത് ഒരു മകളെ എടുത്ത് വീൽ ചെയറിലിരുത്തി ആ ഒരു കുഞ്ഞുമായിട്ടൊരു അമ്മയും കൂടെ ഉണ്ട്. ആ അമ്മയും ഇവരൊരു 3-4 പേരിങ്ങനെ നടന്ന് ഇങ്ങനെ വരികയാണ്.
ഈ സഹോദരിയെ ഞങ്ങളുടെ ഒരു ലീഡർ തന്നെ വീൽ ചെയർ ഉരുട്ടി പുറകെ കൊണ്ടുവന്ന് അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഉരുട്ടി ഈ സ്പീക്കറൊക്കെ ഫ്രണ്ടിൽ ബോക്സ് ഇരിക്കുന്നതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ജനലിൻ്റെ വിൻഡോയുടെ സൈഡിൽ ഈ മോളെ കൊണ്ടിരുത്തിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ ഞങ്ങളുടെ സന്തോഷ് ഫാസ്റ്റ് ഉണ്ട് ഇപ്പോൾ ഖത്തറിലുള്ള. അപ്പോൾ ഈ വർഷിപ്പ് ഇങ്ങനെ പോവുകയാണ്. ഞാൻ പിന്നെ അടുത്ത പാട്ടിലോട്ട് കയറി. അപ്പോൾ ഭയങ്കര പ്രസൻസ്, അസാധാരണമായ പ്രസൻസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 കാര്യങ്ങളാണ് പാസ്റ്ററെ ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. എപ്പോഴും ആ പ്രസൻസ്, ദൈവ സാന്നിധ്യം ശക്തമായി നിൽക്കുന്ന ഒരു ടൈമുണ്ട്, നമുക്കത് ഫീൽ ചെയ്യും. ആ സമയത്ത് ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കാരണം ദ പ്രസൻസ് ഓഫ് ഗാഡ് വിൽ മെയിൻറ്റെയിൻ എവ്രിതിങ്. ആമേൻ. ദൈവ സാന്നിധ്യം സകലത്തെയും റെസ്റ്റോർ ചെയ്യും. അപ്പോൾ ഈ വർഷിപ്പ് ചെയ്ത് ഇങ്ങനെ പ്രസൻസ് നിൽക്കുമ്പോൾ ഞാൻ ആ സൈഡിലൂടെ, ആ സൈഡിലെ സ്റ്റേജിൻ്റെ സൈഡിലൂടെ സ്റ്റെപ്പ് ഇറങ്ങി സൈഡിൽ കൂടെ ചെന്നിട്ട്, അപ്പോൾ ഈ മകള് ഓട്ടോറിക്ഷയിൽ നിന്ന് എടുത്തിറക്കി ഈ വീൽ ചെയറിൽ ഇരുത്തുന്നതൊക്കെ ഞാൻ സ്റ്റേജിൽ നിന്ന് കുറേ ഭാഗങ്ങൾ കണ്ടതാണ്. ഞാൻ ഈ സിസ്റ്റർ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, സഹോദരി എത്ര നാളായിട്ട് നടക്കുകയില്ലെന്ന് ചോദിച്ചു. അപ്പം ശബ്ദം, ഈ സ്പീക്കർ സൈഡിൽ ഇരിക്കും, ശബ്ദം കാരണം എൻ്റെ അടുത്ത് പറഞ്ഞു 2 വർഷം ആയിട്ട് നടക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, കർത്താവ് നിന്നെ സൗഖ്യമാക്കും, ലോർഡ് വിൽ ഹീൽ യു, യേശു നിന്നെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞപ്പം എനിക്കറിയില്ല, അവർ ക്രിസ്ത്യൻ അല്ല പാസ്റ്ററെ, ക്രിസ്തീയ പശ്ചാത്തലമുള്ളവരല്ല. അപ്പം എന്നെ ഇങ്ങനെ തല ആറ്റി കാണിച്ചു. ഞാൻ സ്റ്റേജിൽ തിരിച്ചുപോയി. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വർഷിപ്പിലേക്ക് തന്നെ നിൽക്കുകയാണ്. ഈ പാടുന്ന പിള്ളേരെല്ലാം പാടിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് എന്നോട് ഭയങ്കരമായിട്ട് എന്നെ പുഷ് ചെയ്യാണ്, നീ ഇപ്പം ചെന്ന് അവളുടെ മേളിൽ ചെന്ന് കൈവച്ച് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. എൻ്റെ കൂടെ സന്തോഷ് പാസ്റ്ററുണ്ട്. ഞാൻ സന്തോഷ് പാസ്റ്ററേയും കൂടെ വിളിച്ച് അങ്ങ് താഴെ ചെന്നിട്ട് ഞാൻ ഈ മകളുടെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, കർത്താവേ ഇവളെ നീ ഇപ്പോൾ സൗഖ്യമാക്കി എഴുന്നേൽപ്പിക്കണം. ഞാൻ ഈ കൊച്ചിനോട് പറഞ്ഞു, മോളെ നീ ഇപ്പോൾ സൗഖ്യമാകും, കർത്താവ് നിന്നെ ഇപ്പോൾ എഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞു. യേശു നിൻ്റെ അടുത്ത് നിൽക്കുന്നത് എനിക്കറിയാം, കർത്താവ് യേശു നിന്നെ ഹീൽ ചെയ്യും, എഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ആ കൊച്ച് ആ മകളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, അവളുടെ ഫെയ്ത്തിനെ. അവൾ ഈ വീൽ ചെയറിനകത്ത് ഇങ്ങനെ കൈകുത്തി ഇങ്ങനെ എഴുന്നേക്കാൻ ശ്രമിക്കുകയാണ്, എണ്ണീക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടേ നിന്നു. ഇവൾ എഴുന്നേറ്റങ്ങ് നിന്നു. അപ്പോൾ ഈ മകൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, പക്ഷേ എൻ്റെ മാനസികാവസ്ഥ ഞാൻ പറയാം, ഈ മകൾ എഴുന്നേറ്റ് നിൽക്കുമ്പോഴും ഞാൻ ചിന്തിക്കുന്നത്, എൻ്റെ മൈൻഡിൽ വരുന്നത് നേരത്തെയൊക്കെ ഇങ്ങനെ അത്യാവശ്യം പിടിച്ചൊക്കെ നിൽക്കുമായിരിക്കും. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഒരു 2 സ്റ്റെപ്പ് ഒന്ന് മുന്നോട്ട് നടക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞു. ഈ മകള് ഒരു കൈ വീൽ ചെയർ പിടിച്ചുകൊണ്ട് തന്നെ, സന്തോഷ് പാസ്റ്റർ പുറകിലത്തെ വീൽ ചെയർ ഉരുണ്ടുപോകാതെ പിടിച്ചിരിക്കുകയാണ് സൈഡിൽ. 2 സ്റ്റെപ്പ് വെച്ചു. എന്നിട്ട് ഞാൻ അങ്ങ് പിടിവിട്ടു. ഞാൻ ഇനി തിരിച്ച് സ്റ്റേജിൽ വന്നു. സ്റ്റേജിൽ നിന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ നടന്നു വരാൻ പറഞ്ഞു. ഇങ്ങനെ പതുക്കെ നടന്ന് സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ വന്നു നിന്നു. ആരാധന നിർത്താൻ പറഞ്ഞു, വർഷിപ്പ് നിർത്തിച്ചു. ഞാൻ പറഞ്ഞു, ഈ മകളെ വീൽ ചെയറിൽ ഇവിടെ കൊണ്ടുവന്ന കർത്താവ് ദാണ്ട് സൗഖ്യമാക്കി, യേശു ഇവളെ സൗഖ്യമാക്കി, ദാണ്ട് ഇവിടെ നിർത്തിയിരിക്കുന്നു. ഈ കുട്ടിയുടെ കൂടെ വന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ കുഞ്ഞിനെ തോളിലിട്ടുകൊണ്ട് വന്നത് ഈ മോളുടെ അമ്മയാണ്. അവർ ഫ്രണ്ടിൽ വന്നു. ഈ പെങ്കൊച്ചു മുഖം പൊത്തി ഇന്ന് കരയാണ്. അവൾക്ക് എന്താണ് ഈ സംഭവിച്ചതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. അവൾ പൊട്ടിക്കരയാണ്. പക്ഷേ ആ വീഡിയോസും ഫോട്ടോസും എല്ലാം ഇപ്പോഴും നമ്മുടെ മീഡിയയുടെ കയ്യിലുണ്ട്. ഞാൻ ഈ അമ്മയോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ മകൾക്ക് സംഭവിച്ചത്? ഇതാരുടെ കുഞ്ഞാണ്? ഈ സഹോദരി പറഞ്ഞു, ഇതെൻ്റെ മകളുടെ കുഞ്ഞാണ്. ഈ കുഞ്ഞിനെ ഈ മോള് ഈ സൗഖ്യമായ കുഞ്ഞ് ക്യാരി ചെയ്യുന്ന സമയത്ത് 7 മാസം 8 മാസം ഉള്ള സമയത്ത് ഗൈനക്കോളജിസ്റ്റിനെ, മൂവാറ്റുപുഴ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ടി, ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ചെക്കപ്പിന് ഓട്ടോറിക്ഷയിൽ പോയപ്പോൾ ഈ ഓട്ടോറിക്ഷയും പ്രൈവറ്റ് ബസ്സുമായിട്ട് കൂട്ടിയിടിച്ചിട്ട് ഡ്രൈവർ സ്പോട്ടിൽ മരിച്ചെന്നാ എൻ്റെ അടുത്ത് ആ കൂടെ വന്ന സഹോദരൻ പറഞ്ഞു. ഈ സഹോദരി കൊളാപ്സായിപ്പോയി. ഹിപ്പ് മുഴുവൻ പൊട്ടി, അരയ്ക്ക് താഴത്താളെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നു. കുഞ്ഞിനെ സർജറി ചെയ്ത് അവർ പുറത്തെടുത്തു. ഈ കുഞ്ഞിനെ സർജറി ചെയ്ത് പുറത്തെടുത്തു. അതിനുശേഷം ഈ സഹോദരി ഇതുവരെ നടന്നിട്ടില്ല. ഈ ആക്സിഡൻറ്റിന് ശേഷം ഇതിനകത്ത് ഏറ്റവും സെൻറ്റിമെൻ്റലായ ഒരു ഭാഗമുണ്ട് പാസ്റ്ററെ. ഈ കുഞ്ഞ് ജനിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ഈ കുഞ്ഞിനെ അന്ന് ആ ആക്സിഡൻറ്റിൽ സർജറി ചെയ്തെടുത്തതിന് ശേഷം ഇതുവരെ ഒരു അമ്മ എന്ന നിലയിൽ ഈ മകൾ ഈ കുഞ്ഞിനെ എടുത്തിട്ടില്ല, തോളത്തെടുത്തിട്ടില്ല. ഓരത്ത് കട്ടിലേക്ക് കിടക്കുമ്പോൾ ഓരത്ത് വെച്ച് കൊടുക്കുന്ന അല്ലാതെ തോളിലിട്ട് നടന്നിട്ടില്ല. അപ്പം ഞാൻ ഈ ആൻറ്റിയോട് പറഞ്ഞു, ഈ മകളുടെ അമ്മയോട് പറഞ്ഞു, ഈ കുഞ്ഞിനെ മോളുടെ കൊടുക്കാൻ പറഞ്ഞു.
ഒരു കാരണവശാലും ഈ കൊച്ചത് മേടിക്കാൻ തയ്യാറാകുന്നില്ല. കാരണം ഈ കുഞ്ഞിനെ അവൾ എഴുന്നേറ്റ് നിൽക്കുന്നതും നടന്നതും തന്നെ ഒരത്ഭുതം. അവൾ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ഇനി ഈ കുഞ്ഞിനെയും കൂടെ എടുത്ത് തോളത്തിട്ടാൽ വീണു പോകുമെന്നുള്ളൊരു ഭയം. ഞാൻ പറഞ്ഞു, യേശുവാണ് നിന്നെ സൗഖ്യമാക്കി. എനിക്കിതിനകത്ത് ഒരു റോളും ഇല്ല. എന്നെ ദൈവം നിയോഗിച്ചു നിന്റെ അടുക്കൽ വന്നത് പറയാൻ, പ്രാർത്ഥിക്കാൻ. ഇത് കർത്താവാണ് ചെയ്തത്. കുഞ്ഞിനെ മേടിച്ച് തോളത്തിടാൻ പറഞ്ഞു. പക്ഷേ 2 വർഷത്തിന് ശേഷം ഈ 2 വയസ്സുള്ള കുഞ്ഞിനെ ഇവളാദ്യമായി തോളത്തെടുത്തിട്ട് ആ ഓഡിറ്റോറിയത്തിലൂടെ നടന്നപ്പോൾ മുഴുവൻ ജനവും കരഞ്ഞു. പാസ്റ്റർ, അതിന്റെ സാക്ഷികളായിരുന്നു. ഈ കുഞ്ഞിനെ എടുത്തിട്ട് എത്ര വർഷമായി? ഇതുവരെ എടുത്തിട്ടില്ല. ജനിച്ചു കഴിഞ്ഞിട്ട് ഈ കുഞ്ഞിനെ ക്യാരി ചെയ്തിരിക്കുമ്പോഴാണ് ആക്സിഡന്റ് ആവുന്നത്. 7-ാം മാസം അല്ലേ? കുഞ്ഞിനെ ഇതുവരെ എടുത്തിട്ടില്ല. ഇന്ന് എടുത്തോ, എടുത്തോ, യു ക്യാൻ എടുത്തോ മോളെ. കരയുന്ന എന്തിനാ? എടുത്തോ. ഈ രംഗം എന്നെ കരയിക്കുകയാണല്ലോ. ജീസസ്, അവിടെ പിന്നെ പ്രസംഗത്തിന്റെ ആവശ്യമില്ല. കർത്താവ് ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു എന്നതിന് തെളിവ് ജനത്തിന് ലഭിക്കുകയാണ്. ഇതൊന്നും മാനുഷികകരമല്ല. അല്ലല്ല, നമ്മുടെ കഴിവൊന്നും അല്ല ഇതൊന്നും. അല്ല, നമ്മളെ കൊണ്ട് പറ്റില്ല പാസ്റ്റർ, ഇതൊന്നും ഒരിക്കലും സാധ്യമല്ല. അതിനുശേഷം ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി പാസ്റ്റർ, വിശ്വസിക്കുന്നവർക്കാണ് ഇത് സംഭവിക്കുന്നത്. ആമേൻ. ആ മകള് അത് വിശ്വസിച്ചു. അവൾക്കത് വിശ്വസിക്കാൻ പറ്റി. പലരുടെയും പ്രശ്നം, നിന്നെ കർത്താവ് സൗഖ്യമാക്കുമെന്ന് പറയുമ്പോൾ അവർക്കതങ്ങോട്ട് എടുക്കാൻ പറ്റുന്നില്ല പാസ്റ്റർ, വിശ്വസിക്കുന്നില്ല. അവരങ്ങോട്ട് അവരുടെ ഫെയ്ത്തിനെ ബ്ലോക്ക് ചെയ്ത് കളയുകയാണ്. അവൾ ഒന്നും ചിന്തിക്കാതെ കർത്താവ് നിന്നെ എഴുന്നേൽപ്പിച്ച് നടത്തുമെന്ന് പറയുമ്പോൾ അവൾ ശ്രമിക്കുകയാണ്. എഴുന്നേൽക്കാൻ അവൾ ശ്രമിക്കുകയാണ്. ഇങ്ങനെ കൈ പിടിച്ച്, ഹാൻഡിലിൽ പിടിച്ച് ഇങ്ങനെ എഴുന്നേൽക്കാൻ ശ്രമിക്കുകയാണ്. അവളുടെ വിശ്വാസവും നമ്മുടെ പ്രാർത്ഥനയും ആ പ്രസൻസും എല്ലാം കൂടെ ഒന്നേ ഏർന്നപ്പോഴത്തേക്കും അതൊരു അത്ഭുതമായി, മഹാത്ഭുതമായി മാറി. മഹാത്ഭുതമായി മാറി. അങ്ങനെ പറയാനാണെങ്കിൽ ഒത്തിരി കർത്താവ് ചെയ്തത്, യേശു അപ്പ ചെയ്തത് ഒത്തിരി കാര്യങ്ങളുണ്ട് പാസ്റ്റർ. ഒരുപാട് ജീവിതങ്ങൾ, അതിൽ ജീവിതം രൂപാന്തരപ്പെട്ടവർ, മദ്യപാനികൾ, തലമുറകളില്ലാത്തവർ. നമ്മുടെ കൊട്ടാരക്കര ചർച്ചിൽ 23 വർഷം മക്കളില്ലാതിരുന്ന ഞങ്ങളുടെ പാസ്റ്ററാണ് അദ്ദേഹം, ജോണമ്മോ എന്ന് പറഞ്ഞ സഹോദരൻ, ശ്രീജി. അവർക്ക് മക്കളില്ലായിരുന്നു 23 വർഷം. അവരുടെ ട്രീറ്റ്മെൻറ്റുകളെല്ലാം നിർത്തിയതാണ്. അവരുടെ വീട്ടിൽ അവരുടെ ഒരു ഹൗസ് വാമിങ് നടക്കുന്ന സമയത്ത് ചെന്നിട്ട് ആ പ്രാർത്ഥനയിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ദൈവം ഒരു ആൺകുഞ്ഞിനെ തരും. 23 വർഷത്തിന് ശേഷം സ്വർഗത്തിലെ ദൈവം അടുത്ത നെക്സ്റ്റ് ഇയർ അവർക്കൊരു ആൺകുഞ്ഞിനെ കൊടുത്തു പാസ്റ്റർ. ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ലാതെ. ഇമ്മാനുവേൽ എന്നാ കുഞ്ഞിൻ്റെ പേര്. അപ്പോൾ കോട്ടയം കല്ലറ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് 30 വർഷം മക്കളില്ലാതിരുന്ന ഒരു കുടുംബം, 30 വർഷം പ്രാർത്ഥിച്ചു അവർക്ക് വേണ്ടി. അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വന്നു, പ്രാർത്ഥിച്ചു, ദൈവം അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. ഇങ്ങനെ പറയാനാണെങ്കിൽ എത്രയെത്ര കേസുകൾ, എത്രയെത്ര വ്യക്തിത്വങ്ങൾ, എത്രയെത്ര ജീവിതങ്ങൾ. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ സൂര്യ ടി വിയിലെ പ്രോഗ്രാം, ഇന്നിപ്പോൾ സൂര്യ ടി വി പ്രോഗ്രാം ഇല്ല, സൂര്യ ടി വിയിലെ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് മദ്രാസിൽ നിന്ന്, ചെന്നൈയിൽ നിന്നൊരു ഫാമിലി കാണാൻ വേണ്ടി വന്നു. ഒരുപാട് കാര്യങ്ങളിൽ ഓർക്കുന്ന ചില കാര്യങ്ങൾ പറയുകയാണ്. ഇദ്ദേഹം വലിയൊരു ബിസിനസ്സുകാരനാണ്, അവിടുത്തെ വലിയൊരു കോൺട്രാക്ടറാണ്. അപ്പോൾ ഇവർ വിവാഹം കഴിഞ്ഞിട്ട് പാസ്റ്റർ ഇവർ 28 വർഷമായി, 28 ഇയേഴ്സായി. അപ്പോൾ ഇവർക്ക് മക്കളില്ല. അപ്പോൾ മൂന്നാറിൻ്റെ ഭാഗത്ത് ഇടുക്കിയിൽ ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യുന്ന കാര്യവുമായി ബന്ധപ്പെട്ടാണ് ഇവർ കേരളത്തിൽ വന്നിരിക്കുന്നത്. ഈ സിസ്റ്റർ മലയാളിയാണ്. ഈ പുള്ളിക്കാരി നമ്മുടെ പ്രോഗ്രാംസ്, നമ്മുടെ എവലി ഫീസിലെ തങ്കു ബ്രദറിൻ്റെ പ്രോഗ്രാമും, അന്ന് ഈ സൂര്യ ടി വി ഞങ്ങൾ കുറച്ച് പേര് ഡാമിയൻ പാസ്റ്ററിൻ്റെയും എൻ്റെ മെസ്സേജുകളും എല്ലാവരും വാച്ച് ചെയ്യുന്നവരാണ്. അപ്പോൾ ഇവർ ഹസ്ബൻഡിനെയും കൊണ്ട് പ്രാർത്ഥിക്കാൻ വന്നു. എന്തിനാ പ്രാർത്ഥിക്കാൻ വന്നതെന്നറിയാം പാസ്റ്റർ? ഓഫീസിൽ കയറിയിട്ട് ഇവരൊരു 3 ഫോട്ടോഗ്രാഫ്സ് എടുത്തു.
ഈ 3 ഫോട്ടോഗ്രാഫ്സ് എന്നെ കാണിച്ചിട്ട് പറഞ്ഞു, പക്ഷേ ഈ 3 കുഞ്ഞുങ്ങളെ അഡോപ്റ്റ് ചെയ്യാനുള്ള 28 വർഷമായിട്ട് മക്കളില്ല. ഈ 3 കുഞ്ഞുങ്ങളെ അഡോപ്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം, അവസരം ഞങ്ങൾക്ക് മുമ്പ് വന്നിരിക്കുകയാണ്. എൻ്റെ എല്ലാ ലീഗൽ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞ് നിൽക്കുകയാണ്. പക്ഷേ പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ് ഇതിനകത്ത് ഏത് കൊച്ചിനെയാണ് ഞങ്ങൾ അഡോപ്റ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചു, എത്രയോ സാക്ഷ്യങ്ങൾ കേട്ടിട്ടാണ് നമ്മളവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇത് 3 പെൺപിള്ളേരാണ്, പെൺകുഞ്ഞ് 3 പെൺപിള്ളേരുടെ ഫോട്ടോസ്, നല്ല കുഞ്ഞുങ്ങൾ. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇവർ തലയിൽ കൈവച്ച് ഈ ഫോട്ടോയിലും കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ കാണിക്കുന്നൊരു കാഴ്ച, ഒരു ബ്ലൂ കളർ ടവലിനകത്ത് ഒരു ആൺകുഞ്ഞിനെ ഇവർ പൊതിഞ്ഞ് പിടിച്ച് കൊട്ടാരക്കര ചർച്ചിൻ്റെ സ്റ്റേജിൽ ഒരു 5 സെക്കൻഡ് ഉള്ളൊരു വിഷനാണ്, 5 സെക്കൻഡ് മാത്രമുള്ളൊരു ദർശനം നിൽക്കുന്നത് ഞാൻ കാണും. ഞാൻ ഇവരോട് പറഞ്ഞു, ഇത് 3 ദൈവഹിതമല്ലെന്ന് പറഞ്ഞു. അയാളും ഇവരും അങ്ങ് വല്ലാതായി. ദൈവം നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെ തരും. അപ്പോൾ പുള്ളി ഉടനെ പറഞ്ഞു, പാസ്റ്റർ അത് മുടിയാതെ, പാസ്റ്റർ അത് മുടിയാതെ, എല്ലാ ട്രീറ്റ്മെൻറ്റും ഞങ്ങൾ മുടിച്ചാച്ച്. ഇല്ല പാസ്റ്റർ, നീങ്ക ജപിങ്ക, നിങ്ങൾ പ്രാർത്ഥിക്കുക. അങ്ങേര് തമിഴനാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുക, ഇതിനകത്ത് ഏതാണെന്ന് വെച്ചാൽ ഒന്ന് പറയാൻ പറഞ്ഞു. ഞാൻ നോ, നിങ്ങൾ ഈ ഫോട്ടോ മാറ്റി വെച്ചാൽ 2 പേരും കൈ ഓർത്ത് പിടിച്ചെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ, അബ്രഹാമിനെ സന്ദർശിച്ച ദൈവം, സാറയെ സന്ദർശിച്ച ദൈവം, ലേയുടെ ഗർഭത്തെ തുറന്ന ദൈവം, ഇവരെ സന്ദർശിക്കണം. ആ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ഇവരൊരു ആത്മവിശുദ്ധയിലേക്ക് പോയി. 2 വർഷം കഴിഞ്ഞ് ഞങ്ങൾ ചെന്നൈയിൽ TV പ്രേക്ഷക സംഗമത്തിന് പോയി. നമ്മുടെ അന്നത്തെ ഒരു പ്രോഗ്രാമായിരുന്നു TV വ്യൂവേഴ്സ് മീറ്റ്. ആ മീറ്റിങ്ങിൽ ഇവർ കടന്നു വന്നു പാസ്റ്റർ. അന്ന് ആ സഹോദരി 4 മാസം ക്യാരിങ്ങാണ്. അതിനുശേഷം അവർ കൊട്ടാരക്കര ചർച്ചിൽ ബ്ലൂ ടവലിൽ ഈ കുഞ്ഞിനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് വന്ന് അവർ സാക്ഷ്യം പറഞ്ഞു. 28 വർഷം, 28 years. എങ്ങനെ വിശ്വസിക്കാതിരിക്കും? ഇപ്പോഴും ഇവരെല്ലാം ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പോഴും ജോണമോ ബ്രദർ നമ്മുടെ സഭയുടെ ശുശ്രൂഷനെ 23 വർഷം, 28 വർഷം, 30 വർഷം. ഈ ദൈവം സൗഖ്യമാക്കുന്ന ദൈവമല്ലേ? അതെ. ഈ ദൈവം അത്ഭുതത്തിന്റെ ദൈവമല്ലേ? ഈ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമല്ലേ? ഈ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമല്ലേ? എങ്ങനെ വിസ്മരിക്കാൻ കഴിയും? അവിടെ നിന്നും ജീവിക്കുന്നു, അവിടെ നിന്നും സൗഖ്യമാക്കുന്നു. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മസാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതിനാൽ നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ മുറികളിൽ വലിയ അത്ഭുത സൗഖ്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു. കർത്താവ് നിങ്ങളെ തൊടുകയാണ്. നിങ്ങളുടെ ശരീരത്തിൽ രോഗത്തിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ നിങ്ങളുടെ ശരീരങ്ങളിൽ സൗഖ്യം സംഭവിക്കും. വിശേഷിച്ച് തലമുറകളില്ലാത്ത ദമ്പതികളിൽ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ അത്ഭുതകരമായി കർത്താവ് നിങ്ങൾക്ക് തലമുറകളെ നൽകി തരുവാൻ പോകുകയാണ്. അങ്ങനെ എത്രയെത്ര മേഖലകളിൽ യേശു അത്ഭുതങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിച്ച് സ്വീകരിക്കണം. പക്ഷേ നമുക്ക് വിശ്വാസമുണ്ട്, വലിയ വിശ്വാസമുണ്ട്. ഇന്ന് കാണുന്ന മാന്യ പ്രേക്ഷകരെ ഇതുകൂടെ പറഞ്ഞ് ഞങ്ങളിന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. കാരണം ഇതൊരു വലിയ സബ്ജക്റ്റാണ്, ഇത് വളരെ ഡീപ്പാണ്. ഇതിനകത്ത് എക്സ്പീരിയൻസുകൾ പറയാനുണ്ട്, അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്, വചനത്തിൽ നിന്ന് പറയാനുണ്ട്. എൻറ്റയർ ദ ബൈബിൾ ഈസ് എ മിറക്കിൾ അല്ലേ? ബൈബിൾ അത്ഭുതത്തിൻ്റെ പുസ്തകമാണ്. നമ്മൾ സേവിക്കുന്ന ദൈവം അത്ഭുത മന്ത്രിയെ. അതുകൊണ്ട് 2 തരത്തിലുള്ള വിശ്വാസം, വലിയ വിശ്വാസം. രക്തസ്രവക്കാരിയായ സ്ത്രീക്ക് ഉണ്ടായിരുന്നത് വിശ്വാസമാണ്. അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്കലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. ഇതൊരു വിശ്വാസമാണ്. അവൾ എന്ത് വിശ്വസിച്ചോ അത് തന്നെ സംഭവിച്ചു. വസ്ത്രത്തിൻ്റെ തൊങ്കൽ തൊട്ടു, ശക്തി പുറപ്പെട്ടു, അവൾ സൗഖ്യം പ്രാപിച്ചു. എന്നാൽ ഒരു കനാനി സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വന്നു. ആ കനാനി സ്ത്രീ യേശുവിനോട് പറഞ്ഞു, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവമുണ്ട്, നീ അവളെ സൗഖ്യമാക്കണം. അപ്പോൾ യേശു പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല. അപ്പോൾ ആ ഹീലിങ്ങിനെ ഒരു ബ്രെഡിനോട് കൂടെ കർത്താവ് കമ്പയർ ചെയ്തേ. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല. അവൾ ഉടനെ യേശുവിനോട് പറയുകയാണ്, മക്കളും നായ്ക്കുട്ടികളും യജമാനൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പം നുറുക്ക് തിന്ന് ജീവിക്കുന്നല്ലോ. നായ്ക്കുട്ടികളും യജമാനൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പം നുറുക്ക് തിന്ന് ജീവിക്കുന്നല്ലോ. ഉടനെ യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലൊക്കെ നിനക്ക് ഭവിക്കട്ടെ. അപ്പോൾ നമ്മുടെ അകത്തൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വസിച്ച കാര്യത്തിൽ ഒരത്ഭുതം നടക്കും. നമ്മുടെ അകത്തൊരു വലിയ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതല്ല, നിന്റെ ഇഷ്ടം പോലൊക്കെയും, വാട്ട് ഈസ് യുവർ ഡിസയർ,
നിന്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, നിന്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്, അതെല്ലാം നിന്നിൽ സംഭവിക്കും. ആമേൻ. അതുകൊണ്ട് നമുക്ക് ഈ കാലഘട്ടത്തിൽ വേണ്ടത് ഒരു വലിയ വിശ്വാസമാണ്, ഒരു ഗ്രേറ്റ് ഫെയ്ത്ത് ആണ്. ഞാൻ വളരെ സ്നേഹത്തോടെ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാം, നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന പ്രസംഗമേ നിങ്ങൾ കേൾക്കാവൂ. നിങ്ങളുടെ വിശ്വാസത്തെ ബിൽഡപ്പ് ചെയ്യുന്ന ശുശ്രൂഷകളെ നിങ്ങൾ ഏറ്റെടുക്കാവൂ, സ്വീകരിക്കാവൂ. നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന, നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന, നിങ്ങളെ സംശയിപ്പിക്കുന്ന, നിങ്ങളുടെ ഉള്ള വിശ്വാസം കൂടെ ഇടിച്ചു കളയുന്നത് ഒന്നും തന്നെ നിങ്ങൾ പിടിക്കാൻ നിൽക്കരുത്. കാരണം വിശുദ്ധ ബൈബിൾ വ്യക്തമായി പറയുന്നുണ്ട്, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, കർത്താവിന് നിങ്ങളെ സൗഖ്യമാക്കാൻ കഴിയും. എത്ര തകർന്നവനെയും എത്ര പരാജിതനെയും യേശുവിന് വിടുവിപ്പാൻ കഴിയും. ഇപ്പം നിങ്ങളൊരു ഡോക്ടറെ കണ്ടു, ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ, ഞാൻ അതിനെതിര് പറയുന്ന ആളല്ല. ആ ഡോക്ടർ നിങ്ങളെ, ചിലർ പറയാം ആ ഡോക്ടർ ഭയങ്കര മിടുക്കനായതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇതേ മിടുക്കൻ ഡോക്ടർ ചികിത്സിച്ച് എത്രയോ പേര് മരിച്ചുപോയി, എത്രയോ പേർക്ക് ഫലിച്ചില്ല. അപ്പോൾ ഒരു മെഡിസിനും നിങ്ങളുടെ ശരീരത്തിൽ എഫക്റ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അത് നിങ്ങളും പൂർണ്ണമായി വിശ്വസിച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾക്കതിലൊരു സൗഖ്യം എടുക്കാൻ പറ്റിയില്ല, മറുഭാഗത്ത് വേറൊരു ഓപ്ഷൻ നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് ദൈവം നിങ്ങൾക്ക് തന്നു, അതും നിങ്ങൾക്ക് എഫക്റ്റീവ് ആകണമെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് അതിലും ദൈവം പ്രവർത്തിക്കണമെന്ന്. തീർച്ചയായിട്ടും. അതുകൊണ്ടല്ലേ വൈദ്യശാസ്ത്രം പറയുന്നത്, ഇനി ഞങ്ങൾ ചെയ്യാവുന്നതെല്ലാം ചെയ്തു, നിങ്ങളിനി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. അപ്പോൾ അവർക്കും ആ വിശ്വാസമില്ലേ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന്? അതെ. അപ്പോൾ തീർച്ചയായിട്ടും വിശ്വസിക്കുക, സൗഖ്യം നിങ്ങളുടെ അവകാശമാണ്, സൗഖ്യം ദൈവത്തിൻ്റെ പ്രൊവിഷനാണ്. ദൈവം തന്നെ താൻ പരിചയപ്പെടുത്തിയത് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്നുള്ളതാണ്. ആമേൻ. വിശ്വസിക്കുന്നവർ ഏറ്റുപറയുവാനും തയ്യാറാകുക. വിശ്വാസവും ഏറ്റുപറച്ചിലും തമ്മിൽ വലിയ ബന്ധമുണ്ട്. നിങ്ങൾ എന്താ വിശ്വസിക്കുന്നത് നിങ്ങൾ ഏറ്റുപറയുവാൻ തയ്യാറാകണം. ഏറ്റുപറച്ചിൽ മരുന്ന് പോലെയാണ്. നമ്മുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ വസിക്കുന്നതിനാൽ നമ്മിൽ തന്നെ ദൈവത്തിൻ്റെ ജീവനുണ്ട്. വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടവരാകുന്നുവെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവൻ നിങ്ങളിൽ തന്നെ വസിക്കുകയാണ്. യേശു നിങ്ങളുടെ ആത്മാവിൽ വസിക്കുന്നു. നിങ്ങളുടെ ആത്മാവിൽ നിത്യജീവൻ ഉള്ളതുകൊണ്ട്, യേശുക്രിസ്തുവിൻ്റെ ജീവൻ നിങ്ങളുടെ ആത്മാവിൽ ഉള്ളതുകൊണ്ട്, ആ ആത്മാവിൽ ഉള്ള യേശുക്രിസ്തുവിൻ്റെ ജീവനകത്ത് യാതൊരു രോഗവുമില്ല. അതെ. സ്വർഗത്തിൽ രോഗമുണ്ടോ? അതെ. ദൂതന്മാർക്ക് രോഗം വരുമോ? സ്വർഗത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ രോഗമില്ല. ഭൂമിയിൽ ഇന്ന് രോഗമുള്ളതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ ഭൂമിക്ക് വന്നുപോയ വീഴ്ചയാണ്. അവിടെ ഭൂമിയിൽ പിശാചുണ്ട്, പാപമുണ്ട്. ഇത് രണ്ടും ഉള്ളത് കൊണ്ടാണ് രോഗം വരുന്നത്. ഏലിയാവ് ശരീരത്തോടുകൂടെയല്ലേ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത്? ഇന്നും അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് കേടൊന്നും വന്നിട്ടില്ലല്ലോ. അന്തരീക്ഷത്തിന് മാറ്റം ഉണ്ടാകുമ്പോൾ തന്നെ, അതാണ് പാസ്റ്റർ പറഞ്ഞത്, ആത്മസാന്നിധ്യം തിങ്ങി നിറയുമ്പോൾ രോഗസൗഖ്യം സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അന്തരീക്ഷത്തിന് മാറ്റം ഉണ്ടാകുമ്പോൾ തന്നെ രോഗത്തിൻ്റെ പിടിവിടും. രോഗത്തിന് പിന്നെ പിടിച്ചു നിൽക്കാനൊക്കത്തില്ല. ആ അന്തരീക്ഷത്തെ നിങ്ങൾക്ക് സൃഷ്ടിക്കുവാൻ കഴിയും. നിങ്ങൾക്ക് ചുറ്റും ഒരു സ്വർഗത്തെ നിങ്ങൾക്ക് സൃഷ്ടിക്കുവാൻ കഴിയും. ആ സൃഷ്ടിക്കുവാൻ കഴിയുന്നതിൻ്റെ ഏറ്റവും നല്ലൊരു ഉപാധിയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് ഏറ്റുപറയണം. നിങ്ങൾ കൺഫസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആത്മാവിലുള്ള ദൈവത്തിൻ്റെ ജീവനെ നിങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ ശരീരത്തിൽ കൊണ്ടുവരികയാണ്. ആ ജീവനിൽ രോഗമില്ല. നിങ്ങളുടെ ശരീരത്തിൽ രോഗമുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവിൽ തന്നെ സൗഖ്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന, യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവരിലും രോഗസൗഖ്യമുണ്ട്. ദൈവത്തിൻ്റെ ജീവൻ നിങ്ങളുടെ ആത്മാവിലുണ്ട്. ആത്മാവിൽ നിന്ന് നിങ്ങൾക്ക് ത്രൂ കൺഫെഷൻ, ഏറ്റുപറച്ചിലൂടെ ആ ജീവനെ നിങ്ങളുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയും. നിങ്ങൾക്ക് ചുറ്റും ആത്മസാന്നിധ്യത്തിൻ്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ കഴിയും. അവിടെയാണ് ആ സ്റ്റേറ്റ്മെൻറ്റ്, രോഗം അഭിഷേകമുള്ളവരിൽ ഇല്ലീഗലാണ്. രോഗത്തിന് പ്രവേശിക്കുവാൻ കഴിയാത്ത നിലവാരത്തിലുള്ള ഒരു അന്തരീക്ഷത്തിൽ നിങ്ങൾ ജീവിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. വിശ്വസിക്കുന്നവർ ഏറ്റുപറയുക. എന്ത് വിശ്വസിക്കുന്നുവോ അത് ഏറ്റുപറയുക. അത് ഉറപ്പാണ്. പക്ഷേ ഫിലിപ്പിയർ 3:21 ഈ ഒരു വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. 3:21 രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ ശക്തി. ആമേൻ. അപ്പോൾ ദൈവശക്തിക്ക് സകലത്തെയും കീഴ്പ്പെടുത്താൻ കഴിയും. ആമേൻ. ദൈവശക്തിയുടെ മുമ്പിൽ സകലതും കീഴ്പ്പെടും. ഓ പ്രൈസ് ഗോഡ്. ദൈവശക്തി വെളിപ്പെടുമ്പോൾ ക്യാൻസർ കീഴ്പ്പെടണം. എല്ലാ മുട്ടും യേശുവിൻ്റെ മുമ്പിൽ മടങ്ങും. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ മുട്ടും മടങ്ങും.
എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് ഏറ്റു പറയും. യേശുവിന്റെ നാമത്തിന്റെ മുമ്പിൽ എല്ലാ രോഗത്തിന്റെ മുട്ടും മടങ്ങും. എല്ലാ നാമത്തെക്കാളിലും വലിയ നാമം യേശുവിന്റെ നാമമാ. 100%. ക്യാൻസർ ഒരു നാമമാ, ആർത്തറൈറ്റീസ് ഒരു പേരാ, എല്ലാം രോഗത്തിനെല്ലാം പേരുണ്ട്. പേരില്ലാത്ത രോഗം ഏതുണ്ട്? ഇല്ല. നമ്മൾ കേട്ടിട്ടില്ലാത്ത പേരുകൾ വരെയാണ്. എല്ലാ രോഗത്തിനും ഓരോ നാമമുണ്ട്, ഓരോ പേരുണ്ട്. പക്ഷെ യേശുവിൻ്റെ നാമം എല്ലാ നാമത്തിനും മേലായ മേലായ നാമം. ആ നാമത്തിൻ്റെ മുമ്പിൽ ബാക്കി എല്ലാ നാമങ്ങളുടെയും മുട്ടും മടങ്ങുമെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ രോഗത്തിൻ്റെ മുട്ടും മടങ്ങും. ആമേൻ. ഹല്ലേലൂയ. പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ആ ഹീലിംഗിൽ വിശ്വസിക്കുവാൻ, ദൈവിക രോഗശാന്തിയിൽ വിശ്വസിക്കുവാൻ, ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തിയിൽ വിശ്വസിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇവരെ സഹായിക്കണമേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ട് തലമുറകളില്ലാത്ത ദമ്പതികളെ ഇപ്പോൾ കർത്താവെ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ അസ്ഥിമാംസ പേശികളിൽ നിന്ന് ആർത്തറൈറ്റിസിന്റെ ശക്തി വിട്ടുപോകുന്നു യേശുവിൻ നാമത്തിൽ. ആക്സിഡന്റിനാൽ ഡിസ്കിനകത്ത് പ്രോബ്ലമായ, ലിഗമെന്റ് പ്രോബ്ലമായ ആ പുരുഷൻ, ആ സഹോദരനെ കർത്താവെ ഇപ്പോൾ നീ ഹീൽ ചെയ്യണമേ. കംപ്ലീറ്റ്ലി നീ ഹീൽ ചെയ്യണമേ. കണ്ണുകൾക്കകത്ത് സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. ബ്ലഡിനകത്തെ ഇൻഫെക്ഷനുകൾ ഹീൽ ചെയ്യണമേ. ബ്ലഡിനകത്തെ ഇൻഫെക്ഷനുകളെ കർത്താവ് സൗഖ്യമാക്കണമേ. പൂർണ്ണമായ ഡെലിവറൻസ് യേശുവിൻ നാമത്തിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കണമേ. എല്ലാറ്റിലും ഉപരിയായിട്ട് അങ്ങയുടെ വചനത്തിൽ വിശ്വസിക്കുവാൻ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയെന്ന I am your God that healer thee. Hallelujah. കർത്താവ് അവിടുന്ന് കൃപ ചെയ്യണമേ. ഞങ്ങൾ ഇവരെ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ജീസസ് ഈസ് അവർ ലോർഡ്. ജീസസ് ഈസ് അവർ ഹീലർ. യേശു നിങ്ങളുടെ സൗഖ്യദായകൻ. ആ കർത്താവ് നിങ്ങളെ പൂർണ്ണമായും സൗഖ്യമാക്കും. Hallelujah. Amen. Thanks for watching Spiritual Talk with Pastor Tinu George.